നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളിൽ ആശങ്കയിലും ഭീതിയിലുമാണ് ക്രൈസ്തവ സമൂഹം. മതേതര രാജ്യമായ ഇന്ത്യയിൽ മതത്തിൻ്റെ പേരിൽ നടക്കുന്ന അതിക്രമങ്ങളും ചില നിയമനിർമ്മാണങ്ങളും രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധവും ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്ക് തീരാ കളങ്കവുമാണ്. വ്യാജ മതപരിവർത്തന ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ വൈദികരെയും സന്യസ്തരെയും സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെടുന്നത്. ഇത്തരം അതിക്രമങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ക്രൈസ്തവ പീഡനത്തിൻ്റെ കാര്യത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഭാരതം ഒന്നാം നിരയിലേക്ക് കടന്നു വരുന്നത് ഭാരതത്തിൻ്റെ മതേതര സംസ്കാരത്തിന് അപമാനകരമാണ്. എന്നാൽ ഇത്തരം അതിക്രമങ്ങൾക്ക് നേരെ പലപ്പോഴും ഭരണകൂടങ്ങൾ കണ്ണടയ്ക്കുന്നത് ക്രൈസ്തവരുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ മറുവശത്ത് ക്രൈസ്തവർക്ക് നേരെ അതിക്രമങ്ങൾ പെരുകുമ്പോൾ കപട സഹതാപം പ്രകടിപ്പിച്ച് കപട ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ആട്ടിൻതോലിട്ട് വരുന്ന കപട ക്രൈസ്തവ പ്രേമികളുടെ പോയ്മുഖം തിരിച്ചറിയാനുള്ള വിവേകവും ഈ ഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹത്തിനുണ്ടാകണം. ഷെക്കേന ചർച്ച ചെയ്യുന്നു, ഭാരതത്തിൽ വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ പീഡനത്തിന് പിന്നിൽ എന്താണ്? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു BJP വക്താവ് അഡ്വക്കേറ്റ് ശ്രീ ജയസൂര്യൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ടി ദേവപ്രസാദ്, ദീപിക ഡൽഹി ബ്യൂറോ ചീഫ് ശ്രീ ജോർജ് കല്ലുവേലിൽ. മൂന്ന് പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ ജയസൂര്യൻ, നമുക്കറിയാം കേരളത്തിലെ ഒരു സാഹചര്യം പലപ്പോഴും ക്രൈസ്തവർ നേരിടുന്ന പല പ്രശ്നങ്ങളിലും ഐക്യദാർഢ്യവുമായി RSSും BJP പോലുള്ള സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ കേരളത്തിലേക്ക് പുറത്തേക്ക് നമ്മൾ വരുമ്പോൾ പലപ്പോഴും ക്രൈസ്തവ സമൂഹം വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുകയാണ്. ചില ഉദാഹരണങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഞാൻ ചൂണ്ടിക്കാണിക്കും. പ്രത്യേകിച്ച് ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ സംഭവിച്ച ചില അതിക്രമങ്ങൾ നമുക്കറിയാം. UPയിൽ സാന്താക്ലോസിൻ്റെ കോലം കത്തിക്കുന്നു, വാരണാസിയിൽ മാതൃധാം ക്രൈസ്തവ ആശ്രമത്തിന് നേരെ മുദ്രാവാക്യം വിളിക്കുന്നു, ഹരിയാനയിൽ ക്രൈസ്തവ സ്കൂളുകളിലെ ക്രിസ്മസ് ആഘോഷം അലങ്കോലപ്പെടുത്തുന്നു, കുരുക്ഷേത്രയിൽ ക്രിസ്മസ് ആഘോഷത്തിനായി ഒരുക്കിയ വേദിയിൽ ഹനുമാൻ കീർത്തനം പാടുന്നു, അംബാലയിൽ ക്രിസ്തുവിൻ്റെ പ്രതിമ തകർക്കപ്പെടുന്നു, ഗുരുഗ്രാമിൽ പള്ളിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, ആസാമിൽ സിൽച്ചാറിൽ പള്ളിയിൽ നടക്കുന്ന ആഘോഷങ്ങൾ അലങ്കോലപ്പെടുത്താൻ ശ്രമം നടക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലെ മാണ്ടിയിൽ നിർമ്മല സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം അലങ്കോലപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിന് പുറത്ത് ഈ സംഘപരിവാർ സംഘടനകൾ ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഇത്രയും രൂക്ഷമായ രീതിയിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത്? ശ്രീ ജയസൂര്യൻ, ഇതില് സംഘപരിവാർ സംഘടനകൾ എന്നുള്ള ആ ഒരു പ്രയോഗം തെറ്റാണ് എന്ന് ഞാൻ പറയുന്നു. കാരണം സംഘപരിവാർ സംഘടനകൾ എന്താണ്, ഏതൊക്കെയാണ് എന്നുള്ളതിന് വ്യക്തമായ ലിസ്റ്റ് ഉണ്ട്. അത്തരം സംഘടനകളുടെ പേരിലൊന്നും ഇത്തരം ആരോപണങ്ങൾ ഇല്ല. ഏതെങ്കിലും ആൾക്കാർ ചെയ്യുന്ന ഏതെങ്കിലും പ്രാദേശികമായ വിഷയങ്ങളെ ഒരു സംഘടനയുടെ പേരിട്ടിട്ട് ആ സംഘടന സംഘപരിവാർ ആണ് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് ഇന്ത്യയിൽ പതിവാണ്. ഡൽഹിയിലെ പണ്ട് ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുമ്പ് ഡൽഹിയിലെ പള്ളികൾ ആക്രമിച്ചു എന്ന് പറഞ്ഞ് വാർത്തയുണ്ടാക്കി, സംഘപരിവാറാണ് എന്നത്. ഉത്തരേന്ത്യയില് ഇലക്ഷനും തൊട്ട് മുമ്പ് ഇത് പതിവാണ്. ഇപ്പൊ 5 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നു. അപ്പോൾ ഇതാ ക്രൈസ്തവർക്ക് നേരെ വ്യാപകമായ ആക്രമണം നടക്കുന്നു എന്നുള്ള പ്രചരണം സംഘപരിവാർ എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, സംഘപരിവാർ എന്താണ് എന്നുള്ളത് സംഘത്തിനറിയാം, RSSനറിയാം. അപ്പോൾ അതുമായി ബന്ധമുള്ള എന്തെങ്കിലും കാര്യമാണ് ഇത് എങ്കിൽ KCBC സെക്രട്ടറി അതിന്റെ ജാഗ്രത കമ്മീഷൻ, KCBCക്ക് ഒരു ജാഗ്രത കമ്മീഷൻ, ആ ജാഗ്രത കമ്മീഷന്റെ സെക്രട്ടറി ഫാദർ മൈക്കിൾ പുളിക്കൽ CMI, അദ്ദേഹം ഈ കാര്യത്തിലുള്ള ആശങ്ക നീക്കി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ക്രൈസ്തവ സഭാ വിശ്വാസികളാരും മതവിശ്വാസികളാരും ഇത്തരം പ്രചരണങ്ങളിൽ വീണു പോകരുത് എന്ന്. അതായത് ഇത്തരം പ്രചരണങ്ങൾ നമ്മുടെ രാജ്യത്ത് ധാരാളമായിട്ടുണ്ടാകും. പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ അന്തരീക്ഷത്തിന് തൊട്ട് മുമ്പ് അത് പതിവാണ്. എന്നാൽ അത്തരം പ്രചരണങ്ങളിൽ വീണു പോകരുത് എന്ന് KCBCയുടെ ജാഗ്രതാ കമ്മീഷന്റെ സെക്രട്ടറി ഫാദർ മൈക്കിൾ പുളിക്കൽ തന്നെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് KCBC ഈ വിഷയത്തെ കുറിച്ച് പഠിച്ചുവെന്നും
ആ ജാഗ്രതാ കമ്മീഷനാണ് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ജാഗ്രത കമ്മീഷൻ. ആ വിഷയങ്ങളെ പഠിച്ചതിന് ശേഷം അതിന്റെ സെക്രട്ടറി ഫാദർ മൈക്കൽ പുളിക്കൽ തന്നെ ഇത് വ്യക്തമാക്കുമ്പോൾ നമുക്ക് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കാവുന്നതേ. ഇങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത്തരം സംഭവങ്ങളെ കുറിച്ച് അന്വേഷിക്കണം. അത് നിയമപരമായ നടപടിയെടുക്കണം. അതിന്റെ യഥാർത്ഥത്തിലുള്ള പുറകിലുള്ള ഉദ്ദേശം എന്താണ്, ആരാണ് ഇത് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ പുറത്തു വരേണ്ടതും തന്നെയാണ്. അത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. ഇതൊരിക്കലും സംഘപരിവാർ സംഘടനകൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്ന് കരുതാൻ വയ്യ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ സംഘടനകളും പ്രവർത്തനങ്ങളും ഇന്ത്യയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്ന കേരളത്തിൽ ഇവിടെയും സംഘപരിവാർ സംഘടനകൾ ശക്തമാണ്. ഇവിടെ ഒരു ഏറ്റുമുട്ടലിന്റെ പാത നമ്മൾ കാണുന്നില്ലല്ലോ. കേരളത്തിന് പുറത്ത് എന്ന് പറഞ്ഞ് കേരളത്തിനകത്ത് വരുന്ന വാർത്തകളല്ലേ ഉള്ളൂ. ആ വാർത്തകളെ കുറിച്ചാണ് KCBC ജാഗ്രതാ കമ്മീഷന്റെ സെക്രട്ടറി ഇങ്ങനെ പറഞ്ഞു. ശ്രീ ജയസൂര്യ, ഇന്നലെ KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജേക്കബ് ജി പാലക്കപ്പള്ളി ഒരു പ്രസ്താവന KCBCയുടെ കേരളത്തിലെ കാത്തലിക് ബിഷപ്സ് കൗൺസിൽ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ പീഡനങ്ങൾ ആശങ്കാജനകം. നമുക്കറിയാം ഈ വർഷം തന്നെ ഏകദേശം 478ഓളം ആക്രമണങ്ങളാണ് ക്രൈസ്തവർക്കെതിരെ വിവിധ സംസ്ഥാനങ്ങൾ അരങ്ങേറിയതെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അത്തരം ആക്രമണങ്ങളുടെ എല്ലാം പ്രതികൂട്ടിൽ നിൽക്കുന്നത് പലപ്പോഴും ഹിന്ദുത്വ സ്വഭാവമുള്ള തീവ്ര സംഘടനകളാണ്. ഇവരെ നിലയ്ക്ക് നിർത്തുവാനുള്ള ഒരു ഉത്തരവാദിത്വം ആ ഭരണകൂടങ്ങൾക്കില്ലേ ശ്രീ ജയസൂര്യൻ? തീർച്ചയായിട്ടും എല്ലാ ഭരണകൂടങ്ങൾക്കും ആ ഉത്തരവാദിത്വമുണ്ട്. ഭരണകൂടങ്ങൾ അത് നിർവഹിക്കുകയും ചെയ്യും, നിർവഹിക്കേണ്ടതാണ്. എന്നാൽ ഒരു പൊതു സമൂഹത്തിൽ ഇടപെടുന്ന സംഘടനകൾ തീവ്രവാദ സംഘടനകളായിരിക്കാം, രാജ്യവിരുദ്ധ സംഘടനകളായിരിക്കാം, സാമൂഹ്യ വിരുദ്ധരായിരിക്കാം, അതിന് പിന്നിലുള്ള പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, ഇലക്ഷൻ അന്തരീക്ഷത്തിന് തൊട്ട് മുമ്പാണ് ഇത്തരം വാർത്തകളും തുടർന്ന് ചാനൽ ചർച്ചകളും അമേരിക്കയിലെയും യൂറോപ്പിലെയും ഒക്കെ പത്രങ്ങളിൽ വാർത്തകളും അതൊരു പ്രത്യേക പാറ്റേണിലാണ് ഇങ്ങോട്ട് വരിക. ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുമ്പ് ഈ വാർത്തകളൊക്കെ പുറത്തു വരും. ആദ്യം അമേരിക്കയിലും യൂറോപ്പിൽ നിന്ന് പത്രവാർത്തകൾ വരും, പിന്നെ ഇവിടെ ചാനൽ ചർച്ചകൾ വരും, ഈ പറഞ്ഞ രീതിയിലുള്ള പ്രസ്താവനകൾ വരും. ഇതൊരു പാറ്റേണാണ്, കൃത്യമായ പാറ്റേണാണ്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ ചർച്ച കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാവരോടും ചോദിക്കട്ടെ, ഈ സംഘപരിവാറും BJPക്കാരും ഒക്കെ ഇത്ര മണ്ടന്മാരാണ്? ഒരു ഇലക്ഷൻ ഇങ്ങനെ അടുത്ത് വരുമ്പോഴേ രാജ്യവ്യാപകമായി ക്രൈസ്തവർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ട് കിട്ടാനുള്ള വോട്ടും കൂടി കളയാൻ മാത്രം അത്ര മണ്ടന്മാരാണോ ഈ സംഘപരിവാറിന്റെ നേതാക്കന്മാർ? തീർച്ചയായിട്ടും അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശ്രീ ജയസൂര്യ, പിന്നെ എന്തുകൊണ്ടാണ് ഈ വർഷത്തെ ഈ ഒരു ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഞാൻ ചില മാധ്യമങ്ങളിൽ വന്ന ചില റിപ്പോർട്ടുകൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. നമുക്കറിയാം, ഒരു ക്രിസ്മസ് ജാതിമത ഭേദമന്യേ നമുക്കറിയാം വർഷങ്ങളായി നമ്മുടെ ഭാരതത്തിൽ ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിം സമൂഹമൊക്കെ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ ഒരു ആഘോഷം തന്നെയാണ്. ഈ ആഘോഷങ്ങൾ അലങ്കോലപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകളാണ് പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങൾ, കർണാടക, മധ്യപ്രദേശ്, ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്രിസ്മസ് ആഘോഷം എന്തുകൊണ്ടാണ് ഈ ഹൈന്ദവ തീവ്രവാദ സംഘടനകളെ ഇത്രമാത്രം പ്രകോപിതരാക്കുന്നത് ശ്രീ ജയസൂര്യൻ? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതേക്കുറിച്ച് തീർച്ചയായിട്ടും അന്വേഷിക്കണം എന്ന് തന്നെ. ഈ വാർത്തകളെ സംബന്ധിച്ചുള്ള വാർത്തകളും ചർച്ചകളും അതും ശ്രദ്ധിക്കപ്പെടേണ്ടത്. ഇപ്പോ കേരളത്തില് തിരുവനന്തപുരത്ത്, നമ്മൾ ഈ ചർച്ച നടത്തുന്ന കേരളത്തിലാണ്, കേരളത്തിലെ തിരുവനന്തപുരത്തെ മഹാത്മാഗാന്ധി കോളേജിൽ അവിടുത്തെ RSSന്റെ വിദ്യാർത്ഥി വിഭാഗമായ ABVP വളരെ വിപുലമായ തോതിൽ ചരിത്രത്തിലാദ്യമായി അവിടെ ക്രിസ്തുമസ് ആഘോഷം നടത്തി. വാർത്ത ഉണ്ടായില്ലല്ലോ, ചാനൽ ചർച്ച ചെയ്തില്ലല്ലോ, ആരും പ്രതികരിച്ചില്ലല്ലോ. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ എറണാകുളത്ത് അവിടെ ക്രിസ്തുമസ് ആഘോഷവും കരോളും സംഘടിപ്പിച്ചവരെ തടയാൻ ശ്രമിച്ചു. ആ തടയാൻ ശ്രമിച്ചത് സംഘർഷമായി. അവസാനം ഉണ്ടായ സംഭവ വികാസങ്ങളൊക്കെ നമുക്കറിയാം. ഏതായാലും അവിടെയും ജയ് ശ്രീറാം വിളിച്ചു എന്നൊക്കെ പറഞ്ഞ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ഏതായാലും ഇപ്പോ അതേക്കുറിച്ച് സംഘപരിവാറാണെന്നൊന്നും പറയാത്തത് ഭാഗ്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ക്രിസ്തുമസ് ആഘോഷത്തിൽ നടക്കുന്ന പോസിറ്റീവ് കാര്യങ്ങൾ വാർത്തയാക്കാതിരിക്കുകയും അത് ഒരു വശത്ത് സംഘപരിവാർ അല്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു വശത്ത് സംഘപരിവാർ അല്ല എന്ന് കണ്ടാൽ പിന്നെ ആ വാർത്ത ചർച്ച ചെയ്യാതിരിക്കുകയും സംഘപരിവാർ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി മാത്രം വാർത്തയാക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ പ്രവണതയാണ്
ഏറ്റവും അപകടകരമായിട്ടുള്ളത്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ശ്രീ ജയസൂര്യൻ. ശ്രീ ടി ദേവപ്രസാദ്, അങ്ങ് അഡ്വക്കേറ്റ് ജയസൂര്യൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കാണും. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ചില അക്രമ സംഭവങ്ങളിൽ സംഘപരിവാർ സംഘടനകൾക്ക് ഉത്തരവാദിത്തമില്ല ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുമാത്രമല്ല, അത്തരം സംഭവങ്ങളെക്കുറിച്ച് അന്വേഷണം വേണമെന്നും പറയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഈ അക്രമത്തിൻ്റെ ഒരു പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ ഈ മതപരിവർത്തന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്ന സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വരുത്തുവാൻ ആലോചിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് പലപ്പോഴും ക്രൈസ്തവർക്ക് നേരെ ഇത്തരം അതിക്രമങ്ങൾ വർദ്ധിക്കുന്നത്. ഈ മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം എന്താണ് ശ്രീ ടി ദേവപ്രസാദ്? അതിനു മുമ്പ് ജയസൂര്യ പറഞ്ഞ ഫാദർ മൈക്കൽ പുളിക്കലിന്റെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് തന്നെ എന്താ പറയാനുണ്ട്? അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് SDPI കർണാടകത്തിൽ ക്രൈസ്തവ സംരക്ഷണത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയെന്നത് മനസ്സിലാക്കാൻ വേണ്ടി ഇറക്കിയ ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തീവ്ര ഹിന്ദുത്വവാദികളുടെ ഭാഗത്തു നിന്നുള്ള ആസൂത്രിതമായ അതിക്രമങ്ങൾ ക്രൈസ്തവ സമൂഹങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ദേവാലയങ്ങൾക്കുമെതിരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതോടൊപ്പം പുതിയ നിയമനിർമ്മാണങ്ങൾ നടത്തിയും അനാവശ്യ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചും കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ സർക്കാരുകളും രാഷ്ട്രീയ നേതൃത്വങ്ങളും മത്സരിക്കുകയുമാണ്. ഈ ഘട്ടത്തിൽ കൂട്ടായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ആവശ്യമാണ്. എന്നാൽ മുതലെടുപ്പുകൾക്കായും സ്ഥാപിത താല്പര്യങ്ങളുടെയും പിന്തുണയ്ക്കാൻ എന്ന വ്യാജേന വന്നു ചേരുന്നവരെ അകറ്റി നിർത്തുക തന്നെ വേണം. ഇക്കാര്യം പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും ഹിന്ദുത്വവാദികളുടെയോ തീവ്രവാദികളുടെയോ ഒരാക്രമണത്തെ അദ്ദേഹം കുറച്ചു കണ്ടിട്ടില്ല. അദ്ദേഹം ജയസൂര്യ പറഞ്ഞതുപോലെ ക്രൈസ്തവരെ ഇത് കൃത്യമായി പഠിക്കുന്നുണ്ട്. പഠിച്ചതിന് ശേഷം തന്നെയാണ് ഈ നിലപാടുകൾ എടുക്കുന്നത്. SDPIയുടെ പിന്തുണയോടെ ഹൈന്ദവർക്കെതിരായ ഒരു പോരാട്ടത്തിന് ക്രൈസ്തവര് ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പറഞ്ഞത്. അങ്ങനെ ഒരു പിന്തുണയല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ ക്രൈസ്തവർ ആവശ്യപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടന തരുന്ന സംരക്ഷണമാണ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് ഉണ്ടായിരിക്കുന്ന ഒരു പെട്ടെന്നുണ്ടായിരിക്കുന്ന ഒരു സംഭവം അല്ല ഇത്. കാരണം ഇന്ത്യയിൽ 2020 478 ആക്രമണങ്ങൾ നടന്നതിന്റെ കൃത്യമായ കണക്കുകളുണ്ട്. 2015 112 അതായത് മോദിജി അധികാരത്തിൽ വരുന്ന കാലത്ത്. 16 226 17 248 18 292 19 328 2020 478. ഇനി 2021 ഒക്ടോബർ വരെ 382 ആക്രമണങ്ങൾ നടന്നു. ഈ 382 ആക്രമണങ്ങൾ നടന്നതിൽ 34 മാത്രമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ബാക്കി സംഭവങ്ങളെ കുറിച്ച് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. ഇപ്പൊ കേരളത്തിൽ മഹാത്മാഗാന്ധി കോളേജിൽ ക്രിസ്മസ് ആഘോഷം നടത്തി, സന്തോഷം, നല്ല കാര്യം, നമുക്കതിൽ സന്തോഷമുണ്ട്, ക്രിസ്മസ് ആഘോഷിക്കുന്നു, ഓക്കെ. പക്ഷേ ഈ മാംഗ്ലൂരിൽ നടന്നതും വടക്കേ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും നടന്ന സിൽച്ചാറിൽ അസമിൽ നടന്നതും എല്ലാം എന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളതിന് ഈ ആക്രമണങ്ങളൊന്നും നടത്തിയ SDPIക്കാരൊന്നും അല്ല. ഇത് നടത്തിയ മുഴുവൻ ഹിന്ദു തീവ്രവാദികളാണ്. നിങ്ങൾ ഈ പറയുന്ന പോലെ കൃത്യം ഈ സംഘപരിവാറിൽ പെട്ടവരാണോ എന്ന് നമുക്കറിയത്തില്ല. ഹിന്ദു തീവ്രവാദികൾ. ഇപ്പൊ നമ്മള് സംഘപരിവാറാണോ ഇല്ലയോ എന്നുള്ളതല്ല ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന പ്രശ്നം ഹിന്ദു തീവ്രവാദികൾ, സാധാരണ ഹിന്ദുക്കളിൽ നിന്നല്ല. നമ്മൾ ഇത്രയും കാലം 2000 വർഷം ഇവിടെ വളരെ സ്നേഹത്തോടെ ജീവിച്ചവരാണ്. ഇവിടെ ഹിന്ദു തീവ്രവാദികളിൽ നിന്നിപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ, നമുക്കറിയാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന ഇടയ്ക്ക് ഘർ വാപ്പസി, അന്നൊന്നും ഈ പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവരുടെ വോട്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. ഘർ വാപ്പസി എന്ന് പറഞ്ഞിട്ട് വലിയ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയും വലിയ സംരംഭങ്ങൾ ആഘോഷിക്കുകയോ വലിയ ചടങ്ങുകൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തതൊക്കെ ജയസൂര്യക്ക് അറിയാം. എല്ലാവർക്കും മാധ്യമങ്ങളിലെല്ലാം വന്നതാണ്. അതിപ്പോ ഇപ്പൊ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളിലും വന്ന സംഭവമാണ്. അത് പിന്നീട് സാവകാശം അങ്ങ് കെട്ടുപോയെന്ന് തോന്നുന്നു. ഇപ്പൊ അതിനെക്കുറിച്ച് കേൾക്കുന്നില്ല. പക്ഷെ എങ്കിലും ഈ തിരുനാളുകളൊക്കെ ആഘോഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, പള്ളിയിൽ ഇതിനിടയ്ക്ക് ഈ ആഘോഷങ്ങൾക്ക് ഇടയ്ക്കേറി ഉണ്ടാക്കുന്ന ആക്രമണം, ഇതിപ്പം കൃത്യമായി സംഘപരിവാറിന്റെ ഒരു ചട്ടക്കൂടിലാണോ ഇത് നടന്നിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് തീവ്ര ഹിന്ദുത്വമുള്ളവര് തീവ്ര ഹിന്ദുത്വം വാദിക്കുന്നവരാണ് ഇത് നടത്തുന്നത്. അത് നിയന്ത്രിക്കാൻ സർക്കാരിന് ഒരു ബാധ്യതയുണ്ട്. ഇപ്പൊ നമുക്ക് ഇത് സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സമൂഹം ഇങ്ങനെ ഒരു ആക്രമണത്തിന് മുതിർന്നാൽ അതിൽ ആക്രമണത്തിന് ഇരയാകുന്നവരെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത സർക്കാരിനുണ്ട്. അക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ് ക്രൈസ്തവരുടെ പരാതി.
അതുകൊണ്ടാണ് പ്രതിഷേധം ഒക്കെ ഉയർത്തുന്നത്. അല്ലാതെ ഇപ്പൊ ഒരു സമൂഹം ഇങ്ങനെ ഒരു ആക്രമണം നടത്തി അതിനെതിരെ ഒരു പ്രകടനം നടത്തിയോണ്ട് അവരാരും മാറാൻ പോകുന്നില്ല. പക്ഷെ സർക്കാർ ഇതിൽ വേണ്ട നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരിഭവം. ഇനി ഓരോ സംസ്ഥാനത്തെ നമ്മൾ കണക്ക് നോക്കിയാൽ UP-യിൽ 99 ആക്രമണം ഈ 2021 നടന്നിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ 89 ആക്രമണം നടന്നിട്ടുണ്ട്. കർണാടകയിൽ 58 ആക്രമണം നടന്നിട്ടുണ്ട്. ജാർഖണ്ഡിൽ 44 ആക്രമണം നടന്നിട്ടുണ്ട്. മധ്യപ്രദേശിൽ 38 ആക്രമണം നടന്നിട്ടുണ്ട്. ബീഹാറിൽ 29 ആക്രമണം നടന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 20 ആക്രമണം നടന്നിട്ടുള്ളതായ കണക്കുകളുണ്ട്. ഇതെല്ലാം കൃത്യമായ കണക്കുകളാണ്. ഈ ആക്രമണത്തിന്റെ പേരിലൊന്നും കാര്യമായ നടപടികൾ സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ അതിനൊരു മറുപടിയായിട്ട് ഇപ്പൊ എന്താ ഗ്രഹാം സ്റ്റെയിൻസിനൊക്കെ വന്ന് കോൺഗ്രസ് UPA ഭരണകാലത്തല്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനൊരു മറുപടിയല്ല. പക്ഷെ അതല്ല ഒരു മറുപടി. ഇക്കാര്യത്തിൽ നടപടികൾ ഉണ്ടാകണം. ഇപ്പൊ മതപരിവർത്തന നിയമം പോലെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെ മതപരിവർത്തനം നടത്തി എന്ന് പറഞ്ഞാൽ ആരുടെ പേരിലോ നടപടി എടുക്കാം. ഇപ്പൊ നമ്മുടെ കൽക്കത്തയിലെ മദർ തെരേസയുടെ സിസ്റ്റേഴ്സിനെ ജയിലിലിട്ടിരിക്കുന്നത് അവരുടെ ആശ്രമത്തിൽ താമസിച്ചിരുന്നവരുടെ കാതിൽ കുരിശുണ്ടായിരുന്നു. ഇപ്പൊ ഹിന്ദി സിനിമയിലൊക്കെ എല്ലാ കൊള്ളക്കാരുടെയും കാതിൽ കുണുക്കുണ്ട്, അല്ലെ? കുരിശ് തൂക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ആരോടും പറയും, നമ്മളൊക്കെ ഹിന്ദി സിനിമ കാണുന്ന ഈ മിക്കവാറും കൊള്ളക്കാരുടെ കാതിലെല്ലാം കാണുന്ന ഒരു കുരിശായിട്ടിരിക്കും. അത് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ആ നാട്ടിലുള്ള ഏതെങ്കിലും കന്യാസികളെ അറസ്റ്റ് ചെയ്താലോ ആർക്കെന്ത് മറുപടി അറിയാൻ സാധിക്കും? ഇത് തികച്ചും അന്യായമായൊരു മനഃപൂർവ്വം അവരെ പിടിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഈ ക്രിസ്മസ് കാലത്ത് മദർ തെരേസയുടെ ആശ്രമങ്ങൾക്കുണ്ടായിരുന്ന വിദേശ സഹായം, അവർ വിദേശ സഹായം കൊണ്ടല്ല, അവർ തന്നെ വെളിപ്പെടുത്തിയ പോലെ ഞങ്ങൾ വിദേശ സഹായം കൊണ്ടല്ല ജീവിക്കുന്നത്, ഇന്ത്യയിലെ മനുഷ്യരുടെ നന്മ കൊണ്ടാണ് ജീവിക്കുന്നത്, അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അതിനകത്തൊരു മനസ്സുണ്ട്, ഒരു ദുഷ്ട മനസ്സുണ്ട്. ആ മനസ്സിനെ കുറിച്ചാണ് നമുക്ക് പ്രതിഷേധമുള്ളത്. അത് ഇന്ത്യ അനുവദിച്ചിരിക്കുന്ന ഒരു മതേതര സംസ്കാരത്തിന് നിരക്കാത്തതാണ്. ഇന്ത്യ ഭരണഘടന അനുവദിച്ചിരിക്കുന്ന മത സ്വാതന്ത്ര്യത്തിന് നിരക്കാത്തതാണ്. ഇതാണ് ഞങ്ങളുടെ വാദം, അല്ലെങ്കിൽ ക്രൈസ്തവരുടെ വാദം. ഈ വാദം കണ്ണടച്ച് ഇങ്ങനെയൊന്നും നടക്കുന്നില്ല ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ അത് കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുന്നത് ആയിട്ടല്ലാതെ യാതൊന്നും അതിന് പ്രത്യേകിച്ച് മറുപടി പറയാൻ സാധിക്കത്തില്ല. ഒരു കാര്യം പറയേണ്ടത്, ഇപ്പൊ കർണാടകയിൽ വരെ ഈ മതനിന്ദാ നിയമം, മതപരിവർത്തന നിയമം കൊണ്ടുവരുന്നു. ഈ ക്രൈസ്തവർ എവിടെയെങ്കിലും നിർബന്ധിച്ച് എന്തെങ്കിലും ഒരു ഭീഷണിപ്പെടുത്തി ഒരു മതപരിവർത്തനം നടത്തിയ ഇന്ത്യയുടെ 2000 വർഷത്തെ ചരിത്രത്തിൽ ഇവിടെ ബ്രിട്ടീഷുകാരൊക്കെ ഭരിച്ചതാണല്ലോ. എന്നിട്ട് മുഗൾമാര് ഭരിച്ചപ്പോൾ ഉണ്ടായ പോലുള്ള ഒരു നിർബന്ധിത പരിവർത്തനം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിച്ച കാലത്ത് ഉണ്ടായിട്ടില്ലല്ലോ. ചരിത്രം നമ്മുടെ മുമ്പിൽ സത്യമാണ്. ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ഒരു മതപരിവർത്തനത്തിൽ വിശ്വാസമില്ല. കാരണം അതൊരു മതപരിവർത്തനം അല്ല. ഇപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന പ്രൊലറ്റൈസിങ് ഈസ് നോട്ട് അവർ എയിം. അതിന്റെ ഒരു ലക്ഷ്യമല്ല മതപരിവർത്തനം എന്ന് പറയുന്നത്. ആദ്യം സുവിശേഷം പറയാ, സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതിന് സ്വീകരിക്കുക, അത് മാത്രമാണ് ക്രൈസ്തവരുടെ ലക്ഷ്യം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിർബന്ധിത പരിവർത്തനം എന്ന് പറഞ്ഞ് മഠങ്ങളിലും സ്കൂളുകളിലും വിദ്യാലയ സ്ഥാപനങ്ങളിലും ഒക്കെ ആശുപത്രികളിലും ഒക്കെ കടന്നു കയറി അവിടെ ശുശ്രൂഷ ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തന്ത്രം മണയുന്നു എന്നുള്ളതാണ് ഇന്ന് ക്രൈസ്തവരെ ഭയപ്പെടുത്തുന്ന ഒരു പ്രശ്നം. ഇതിലാണ് സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകേണ്ടത്, സർക്കാരിന് ഒരു മാനസാന്തരം ഉണ്ടാകും. തിരിച്ചു വരാം. ശ്രീ ജോർജ് കല്ലുവേലിൽ, അങ്ങ് ഡൽഹി ബ്യൂറോ ചീഫാണ്, ദീപിക ദിനപത്രത്തിന്റെ. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെയൊക്കെ ക്ലോസായി മോണിറ്റർ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. നേരത്തെ ശ്രീ ടി ദേവപ്രസാദ് സൂചിപ്പിച്ചു, 2016 മുതലുള്ള ഈ ഇന്ത്യയിൽ അരങ്ങേറുന്ന ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളുടെ ഒരു കണക്ക് അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. നമ്മളത് ശ്രദ്ധിക്കുമ്പോൾ ക്രമാതീതമായ രീതിയിലുള്ള ഒരു വർധനവാണ് ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ രേഖപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഈ അടുത്ത കാലത്തായി വളരെയധികം വർദ്ധിക്കുന്നതിന് പിന്നിലെ കാരണം എന്താണ് ശ്രീ ജോർജ് കല്ലുവേലി? എന്റെ പ്രിയ സുഹൃത്തും മേധാവിയും ഒക്കെ ആയിരുന്ന ശ്രീ ടി ദേവപ്രസാദ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. അദ്ദേഹം അതിന്റെ കണക്കുകൾ കൃത്യമായി അവതരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ഞാൻ യോജിക്കുകയാണ്. വ്യവസ്ഥാപിതമായ താല്പര്യം എന്ന് പറയുന്നത് അത് രാഷ്ട്രീയമായ താല്പര്യമാണ്. അതായത് സംഘപരിവാർ സംഘടനകള് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് ഇപ്പോൾ ക്രൈസ്തവർക്കെതിരെ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഒരു തരത്തില് ഒരു കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് കൂടിയുള്ള ഹൈന്ദവ വോട്ടുകളുടെ ധ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് സംഘപരിവാർ സംഘടിപ്പിക്കുന്ന ഒരു കപട നാടകം മാത്രമാണ്. അക്കാര്യത്തിൽ എത്ര നിഷേധിച്ചാലും നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയും. നമുക്കറിയാം, സമൂഹത്തില് ഒരു കാരണവശാലും നമ്മുടെ സമൂഹത്തില് അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നില്ല. നിർബന്ധിത മതപരിവർത്തനം എന്ന ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല. കാരണം ഇത് ഇന്ത്യയുടെ സെൻസസ് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ 2.9% ക്രൈസ്തവരുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം 135 കോടിയിലേക്ക് ഇന്ത്യയുടെ ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ ഈ 100-ൽ നിന്ന് 135 കോടിയിലേക്കുള്ള ഈ 35 കോടിയിൽ
ഒരൊറ്റ ക്രൈസ്തവം പോലും ഇല്ല. അവരുടെ വർധനം ഉണ്ടായിട്ടേ ഇല്ല, കുറവില്ല ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിട്ടുള്ളത്, വർധനം ഉണ്ടായിട്ടുള്ളത് ഹൈന്ദവ സമൂഹത്തിലും ഇസ്ലാം സമൂഹത്തിലും മാത്രമാണ്. ഈ രണ്ട് സമൂഹങ്ങൾ ഒഴികെ ഇന്ത്യയിലെ മറ്റെല്ലാ മതവിഭാഗങ്ങളിലും ഇന്ത്യയിലെ ഏറ്റവും പുതിയ സെൻസസ് അനുസരിച്ച് ജനസംഖ്യയിലും വലിയ കുറവുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2.3%, 2.9% നിന്ന് 2.3% ഇന്ത്യയിലെ ക്രൈസ്തവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. 135 കോടിയുടെ ഏതാണ്ട് 0.4% എന്ന് പറയുന്നത് അനേക ലക്ഷം വരും. അപ്പൊ അത്രയേറെ പേര് ഈ രാജ്യത്ത് കുറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നേരിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് അദ്ദേഹം ഇതേക്കുറിച്ച് 2015 അധികാരത്തിൽ വന്ന കാലത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. അതായത് അഡ്വാനി മുതല് അരുൺ ജെയ്റ്റ്ലി മുതല് സുഷമ സ്വരാജ് അല്ല, നമ്മുടെ സ്മൃതി ഇറാനി മുതല് ഇപ്പോ പീയൂഷ് ഗോയല്, ഹർഷവർദ്ധന്, കേന്ദ്രമന്ത്രിസഭയിലും BJPയുടെ ഉന്നത നേതൃത്വത്തിലുമുള്ള ഒട്ടേറെ നേതാക്കള് കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ, ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങിയവരാണ്. അവിടെ ഏതെങ്കിലും ഒരാൾ മതം മാറിയതായിട്ട് അവർക്കറിയാൻ പറ്റില്ല. ഇപ്പൊ ഉത്തരേന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ പഠിക്കുന്ന സ്കൂളുകളില്, എന്റെ മക്കളൊക്കെ എവിടെയാ പഠിക്കുന്നത്, 95% പേരും ക്രൈസ്തവ സ്കൂളുകളിൽ പഠിക്കുന്നവര് അന്യമതസ്ഥരാണ്, പ്രധാനപ്പെട്ടത് ഹിന്ദു മതസ്ഥരാണ്. അതിൽ ഒരാൾ പോലും ഈ കഴിഞ്ഞ അനേക വർഷങ്ങള് മതം മാറിയതായിട്ട് അറിയത്തില്ല. അതായത് നിർബന്ധിത മതപരിവർത്തനമല്ല, അവരുടെ ഇഷ്ടപ്രകാരമുള്ള മതപരിവർത്തനത്തിന് പോലും അവർ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ മതപരിവർത്തനം ഉണ്ടാകുന്നേയില്ല. ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഭരണഘടനയ്ക്ക് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ആളുകൾ പറയുന്നത്. ഇവിടെ മതപരിവർത്തനം ക്രൈസ്തവരുടെ ലക്ഷ്യമല്ല. ഈ നമ്പറിലല്ല ക്രൈസ്തവർ വിശ്വസിക്കുന്നത്. അതാണ് ദേവപ്രസാദൻ ചൂണ്ടിക്കാണിച്ചത്. അതായത് ക്രൈസ്തവികത എന്ന് പറയുന്നത് മനസ്സുകളിലും മാറ്റമാണ്, നന്മ ചെയ്യുന്നതാണ്. അത് ആര് ചെയ്താലും അതിനെ അംഗീകരിക്കുന്നതാണ് ക്രൈസ്തവ മതം. അതാണ് ക്രിസ്തു പഠിപ്പിച്ചത്. ആ ക്രിസ്തുവിന്റെ സ്നേഹവും പരസ്നേഹവും നൽകുന്നതിനാണ് നമുക്ക് കഴിയേണ്ടത്. അപ്പൊ അതൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോ ഇവിടെ സെൻസസ് അനുസരിച്ച് തന്നെ നമുക്ക് ജനസംഖ്യയിൽ വലിയ കുറവുണ്ടായിരിക്കുന്നു. അത് കാലാകാലങ്ങളായി കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് കഴിഞ്ഞ കുറെ ദശകങ്ങളായി കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിനു പുറമെ നിർബന്ധിത മതപരിവർത്തനം BJP നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പഠിച്ച ഒരു കത്തോലിക്ക സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാളേറെ നമുക്കറിയാം, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചപ്പോൾ മതപരിവർത്തനമായിരുന്നു ലക്ഷ്യമെങ്കിൽ ഇവിടെ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയുടെ 50% പേരെങ്കിലും ഇപ്പോ ക്രൈസ്തവരായിരുന്നേനെ. അവർ മതപരിവർത്തനമായിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിൽ. കാരണം അവർ അന്നത്തെ കാലത്ത് മതപരിവർത്തനത്തിന് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല, എതിർപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും കള്ളക്കഥകൾ ഇറക്കിക്കൊണ്ട് ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങൾക്ക് അർഹതപ്പെട്ടത് പോലും നിഷേധിക്കാൻ ഭരണഘടനയിൽ പറയുന്നത്, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് തികച്ചും മതേതരമാണ്. മതവും രാഷ്ട്രവും തമ്മിൽ കുഴക്കരുതെന്ന് പറഞ്ഞു. രാഷ്ട്രത്തിന്റെ പണം യാതൊരു കാരണവശാലും മതപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. വിശ്വനാഥ ക്ഷേത്രത്തിലുമൊക്കെ ആയിരക്കണക്കിന് കോടി രൂപയാണ് സർക്കാർ പണം ഉപയോഗിക്കുകയും സർക്കാരിന്റെ മീഡിയയെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ദൂരദർശനൊക്കെ 52 ക്യാമറയുമായിട്ടാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ. അത് തെറ്റാണെന്നോ ശരിയാണെന്നോ അല്ല, പക്ഷെ അതിനകത്ത് അനൗചിത്യമുണ്ട്. അത് ഭരണഘടനാ വിരുദ്ധമാണ്. അക്കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അതിനെ പക്ഷേ ഇവിടെയുള്ള പ്രതിപക്ഷം, കോൺഗ്രസ് അടക്കമുള്ള CPM അടക്കമുള്ള പ്രതിപക്ഷം പോലും അത് അനൗചിത്യം പോലും ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാകുന്നു. കാരണം അത്രയേറെ ഭയപ്പെടുത്തിയാണ് ഇവിടുത്തെ സംഘപരിവാർ RSS സംഘം ഇവിടെ നയിക്കുന്നത്. ഇവിടെ SDPIയുടെ പിന്തുണയെ കുറിച്ച് നമ്മൾ കുറച്ചു മുമ്പ് സംസാരിച്ചു. SDPI നമുക്കറിയാം, പാലാ ബിഷപ്പ് SDPI ഗുണ്ട ആക്രമണം നടത്തിയപ്പോൾ, അല്ലെങ്കിൽ വെല്ലുവിളിയും തെറിവിളിയുമായി ഈരാറ്റുപേട്ടയിൽ നിന്നും പാലയിലേക്ക് ആളുകളെ ഇറക്കി ഭീഷണി നടത്തിയപ്പോൾ അന്ന് ഇവിടെ കുറെ പേര് പ്രചരണം നടത്തി RSSകാരെ രക്ഷിക്കാൻ വന്നത്. ഇവിടെ RSSകാരെ രക്ഷിക്കാൻ വരുമോ, ഇവർ തരാൻ വരുമോ? ഇവർ നമുക്ക് ദൈവത്തിലാണ് വിശ്വാസം. അതാണ് എന്നോട് കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞത്. ദൈവത്തിൽ വിശ്വസിക്കുന്നിടത്തോളം കാലം ആ ഗേറ്റ് തുറന്നിട്ടിരിക്കുകയാണ്. ഇവിടെ ആരുടെയും സുരക്ഷയില്ല, ഇവിടെ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. സത്യം വിളിച്ചു പറയാനുള്ള അവകാശമുണ്ട്, നമ്മുടെ ജനതയെ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോ ഇതിന് മറുപടി ആയിട്ടാണ് ഇപ്പൊ SDPI എവിടെ RSSന്റെ ആക്രമണത്തെ തടുക്കാൻ SDPI രംഗത്ത് വന്നു എന്ന് പറയുന്നത്. ഇത് തമ്മിൽ നമുക്കറിയാം ഒരു തരത്തിലും ചേരില്ല. നേരത്തെ SDPIയെ രക്ഷിക്കാൻ സംഘപരിവാർ വന്നു എന്ന് പറയുന്നു, ഇപ്പൊ സംഘപരിവാറിനെ രക്ഷിക്കാൻ SDPI. ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ മാത്രമാണ്. രണ്ടും ഈ രാജ്യത്തിന്റെ ഡെമോക്രസിക്കും രാജ്യത്തിന്റെ സമാധാനത്തിനും
രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്കും ഒക്കെ അപകടകരമാണ്, അപായ സൂചനകളാണ്. ഇതിനെ തിരുത്തുവാനാണ് നമ്മുടെ സർക്കാരുകൾ ശ്രമിക്കേണ്ടത്. ഇതിനാണ് രാഷ്ട്രീയ നേതൃത്വം ഉണർന്നു വരേണ്ടത്. ആരുടെയും കരുണയോ ആരുടെയും സഹായമോ ഇവിടുത്തെ ക്രൈസ്തവ മത ന്യൂനപക്ഷങ്ങൾ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ നമുക്ക് നിയമപരമായ അവകാശങ്ങൾ എങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാനുള്ള, നമുക്ക് നമ്മുടെ മതത്തിൽ വിശ്വസിക്കാനുള്ള, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ ഭരണഘടനാ അവകാശം അനുവാദം നൽകിയിരിക്കുന്ന ആ അനുവാദമെങ്കിലും സംരക്ഷിക്കുക എന്നതാണ് പ്രധാനം. അതിലേക്ക് നമ്മുടെ പൊതുസമൂഹത്തിന്റെ ചിന്തകൾ വളർന്നു വരും എന്നാണ് എനിക്ക് പറയാം. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ശ്രീ ജയസൂര്യൻ, അങ്ങ് കേട്ട് കാണും ജോർജ് കല്ലുവേലിലും ശ്രീ ടി ദേവപ്രസാദും പങ്കുവച്ച ആശങ്കകൾ, പ്രത്യേകിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ക്രൈസ്തവ വിരുദ്ധ അതിക്രമങ്ങളിലും അതോടൊപ്പം തന്നെ വിവിധ 10ഓളം സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ ഈ മതപരിവർത്തന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പങ്കുവച്ചു. അതിന് അങ്ങേക്ക് മറുപടി പറയാം ശ്രീ ജയസൂര്യൻ. ഇവിടെ ജോർജ് കല്ലുവേൽ പറഞ്ഞ് സമാപിപ്പിച്ച ഭാഗത്ത് അദ്ദേഹം ഒരു അപകടകരമായ ഒരു കാര്യം സൂചിപ്പിച്ചത് കാണാതെ പോകാൻ പറ്റും. SDPIയും സംഘപരിവാറും ഒരേ നാണയത്തിന്റെ രണ്ട് വശമാണ്. ഈ ഒരു ധാരണ ശ്രീ ജോർജ് കല്ലുവേലിനെ പോലെയുള്ള പരിണിതപ്രജ്ഞരായ സീനിയറായിട്ടുള്ള പത്രപ്രവർത്തകര് പൊതുസമൂഹത്തിൽ പറയുന്നത് അങ്ങേയറ്റം അപകടകരം, അത് ഭീകരമാണ് എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. അങ്ങേയറ്റം ഭീകരമാണ്. കാരണം SDPI എന്താണെന്നതിന്റെ ചരിത്രം ജോർജ് കല്ലുവേലിന് എന്നേക്കാൾ കൂടുതൽ വ്യക്തമായിട്ട് അറിയും. എന്നാൽ ഈ സംഘപരിവാർ എന്ന് പറയുന്നതിനകത്ത് വരുന്നതാണ് BJP. അപ്പോൾ ആ BJPയുടെ ആ നേതാവാണ് രാഷ്ട്രപതി ഭവനിൽ ഇപ്പോൾ ഉള്ളത്, പ്രധാനമന്ത്രിയുടെ ഓഫീസിലുള്ളത്, കേന്ദ്രമന്ത്രിസഭയിലുള്ളത്. ബാക്കി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യം. അപ്പോൾ ആ സംഘടന BJP ആണെങ്കിലും സംഘപരിവാറാണെങ്കിലും അവരൊക്കെ ഈ രാജ്യത്തിന്റെ നിയമം അംഗീകരിച്ച് ഈ രാജ്യത്തിന് വേണ്ടി രാജ്യസ്നേഹത്തോടു കൂടി പ്രവർത്തിക്കുന്നു. SDPIയുടെ ചരിത്രവും പശ്ചാത്തലവും അതല്ല. അതുകൊണ്ട് SDPIയും സംഘപരിവാറും ഒരേ നാണയത്തിന്റെ രണ്ടു വശമാണെന്നുള്ള കാഴ്ചപ്പാട് ഭീകരമായ കാഴ്ചപ്പാട്. അത് വളരെ വികലമായ മാനസികാവസ്ഥയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഈ അവസ്ഥ തുടർന്നാൽ അത് മലർന്നു കിടന്ന് തൊക്കുന്നതിന് തുല്യമാണ്. അത് അങ്ങേയറ്റം ശരിക്കും മനസ്സിലാക്കി മാറ്റേണ്ട ഒരു തെറ്റിദ്ധാരണയാണ് എന്ന് ഞാൻ വിനയപൂർവ്വം പറയുകയാണ്. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഇന്ത്യൻ പ്രസിഡന്റിനെയും അടക്കമാണ് SDPIക്ക് തുല്യമായിട്ട് ഇപ്പോൾ ശ്രീ ജോർജ് കല്ലുവേലിൽ താരതമ്യപ്പെടുത്തും. അപ്പോ അതവിടെ നിൽക്കണം. ഇപ്പൊ ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളുടെ എണ്ണം പറഞ്ഞു. ഇവിടെ എത്രയോ മതങ്ങളുണ്ട്, എത്രയോ മതങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. ഹിന്ദുവിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ, ഇസ്ലാമിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ, ബുദ്ധമതക്കാർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ, ഇങ്ങനെ ഓരോരുത്തർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളുടെ എണ്ണം എടുത്താൽ എണ്ണം ധാരാളം ഉണ്ടാകും. എന്നാൽ ഈ ആക്രമിക്കുന്നതൊക്കെ സംഘപരിവാറാണ് എന്നുള്ള ആ ഒരു ആവർത്തനമാണ് തിരുത്തപ്പെടേണ്ടത്. ഏതെങ്കിലും തീവ്രവാദികൾ ആ തീവ്രവാദികൾ ഒരു പേരുമിട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് സംഘപരിവാറിന്റെ പേരിൽ ചാർത്തിക്കൊടുക്കുന്ന മീഡിയ സംസ്കാരം തീർച്ചയായിട്ടും മാറേണ്ടതാണ്. വളരെ കാര്യമായി വസ്തുതകൾ ആഴത്തിൽ പഠിച്ച് അന്വേഷിച്ച് ചികഞ്ഞെടുത്ത് പുറത്തു കൊണ്ടുവന്ന് ഭരണകൂടത്തിനോ അന്വേഷണ കമ്മീഷനുകൾക്കോ കഴിയാത്തത്ര ജാഗ്രതയോടുകൂടി സത്യം പുറത്തു കൊണ്ടുവരുന്ന മാധ്യമ പ്രവർത്തകർ ഈ കാര്യത്തിലും ഈ പറഞ്ഞ ഹിന്ദുത്വ തീവ്രവാദി ചമഞ്ഞുകൊണ്ട് വരുന്നവരാരാണ്, ആ സംഘടനകളുടെ പിന്നിലുള്ളതാരാണ്, അതിന്റെ പ്രവർത്തന പശ്ചാത്തലവും അതിന്റെ ചരിത്രവും എന്താണ്, അതിൽ ഈ അക്രമം നടത്തുന്ന വ്യക്തികളുടെ പശ്ചാത്തലവും ചരിത്രവും എന്താണ്, ഇതൊക്കെ പഠിച്ച് പുറത്തു കൊണ്ടുവരാൻ ബാധ്യതപ്പെട്ട മാധ്യമ ലോകം സംഘപരിവാറാണ് എന്ന് ആവർത്തിക്കുമ്പോൾ ശ്രീ ജയസൂര്യൻ, ഞാൻ ക്രൈസ്തവരുടെ ഒരു ആശങ്ക അങ്ങയുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ്. പലപ്പോഴും ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നത് ഈ BJP ഭരിക്കുന്ന മധ്യപ്രദേശ്, ഹരിയാന, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവരുടെ ഒരു ആശങ്ക, ഇത്തരം അതിക്രമങ്ങൾ നടക്കുമ്പോൾ അത് ഏത് സംഘടനയായിക്കോട്ടെ, പലപ്പോഴും ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും അത്തരം അതിക്രമങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. ഈ ആശങ്കയ്ക്ക് അങ്ങേക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? അതായത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും BJPയുടെ ഇലക്ഷൻ അടുത്തു വരുന്ന സംസ്ഥാനങ്ങളിലുമാണ് ഇത്തരം ആക്രമണങ്ങളും വാർത്തകളും കൂടുതലായിട്ട് വരുന്നത്. അവിടെ തന്നെ നമുക്ക് ഒരു സാമാന്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്താണ്. BJP ഭരണകൂടത്തെ കരിവാരിത്തേക്കുക, അതുപോലെ BJPയുടെ ഇലക്ഷൻ സാധ്യതകളെ തല്ലിക്കെടുക്കുക. ഇപ്പൊ ശ്രീ ജോർജ് കല്ലുവേലിനും ഒക്കെ പറഞ്ഞതുപോലെ ഈ ഇലക്ഷൻ സംബന്ധിച്ച് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഈ ക്രൈസ്തവ വോട്ട് ബാങ്ക് വളരെ ശക്തമല്ല. ശക്തമായ വോട്ട് ബാങ്ക് കൊണ്ട് അവിടുത്തെ രാഷ്ട്രീയം നിയന്ത്രിക്കാൻ മാത്രം കരുത്തുള്ളവരുമല്ല. കേരളത്തിലാണെങ്കിൽ തിരിച്ചാണ്. കേരളത്തിൽ ക്രൈസ്തവര് ഉദ്ദേശിച്ചാൽ ആ പാർട്ടി ഭരിക്കും, അവർ മുഖ്യമന്ത്രിയാകും.
പക്ഷെ അതുപോലെ അല്ലല്ലോ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ. അവിടെ മുസ്ലിം സംഘടിതമായിട്ടുള്ള വോട്ട് ബാങ്കാണ്, അത്രയും ശക്തമായ വോട്ട് ബാങ്ക് അല്ല അവിടുത്തെ ക്രൈസ്തവർ. കർണാടകത്തിലെ ചില ഭാഗങ്ങളിൽ അതെ, അത് സത്യമാണ്. എന്നാൽ അതിനെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് അതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഉന്മൂലനത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ ഈ പറഞ്ഞ ആക്രമണങ്ങൾ ആര് നടത്തിയാലും, ആരുടെ പേരിട്ട് നടത്തിയാലും, ഏത് തീവ്രവാദി സംഘടനയാണ് അത് ഹിന്ദുത്വ തീവ്രവാദമാണ് പ്രചരിപ്പിക്കുന്നത് എങ്കിലും തീർച്ചയായിട്ടും അതിനെതിരെ നടപടികൾ എടുക്കേണ്ടതാണ്. അതിനെതിരെ പൊതുസമൂഹവും ഭരണകൂടവും എല്ലാ വിധത്തിലും അതിനെ ചെറുക്കേണ്ടതാണ്. ശ്രീ ജയ്സൂൻ, അത്തരം സംഘടനകളെ, പ്രത്യേകിച്ച് ഈ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ നടത്തുന്ന അത്തരം സംഘടനകളെ BJP തള്ളി പറയുന്നു അല്ലെ? തീർച്ചയായിട്ടും തള്ളി പറയുന്നു. കാരണം അതൊക്കെ തന്നെ BJPയെയും സംഘപരിവാറിനെയും കളങ്കപ്പെടുത്താൻ വേണ്ടി അവർ ഈ പറഞ്ഞ പോലെ ഈ ജയ് ശ്രീറാം എന്നൊക്കെ പറയുന്നതിനെ എന്താണെന്ന് വെച്ചാൽ, ഈ വടക്കേ ഇന്ത്യ പോയാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം, അവിടെ ആൾക്കാർ പരസ്പരം കാണുമ്പോൾ റാം റാം എന്നാ പറയുന്നത്. ഇനി റാം റാം എന്ന് അങ്ങോട്ട് പറഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചിങ്ങോട്ട് പറയുന്നത് ജയ് ബജരംഗ് ബലി. ഇത് രണ്ടും മുദ്രാവാക്യമൊന്നുമല്ല. അപ്പൊ അത് അവിടുത്തെ ഒരു രീതിയാണ്. അത് ഏതെങ്കിലും മതപരമായിട്ടൊന്നുമില്ല, അത് നാട്ടുനടപ്പാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കൂടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ക്രിസ്ത്യൻ പള്ളി കണ്ടാൽ, ആ ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും നെഞ്ചത്ത് ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കും. അത് ക്രിസ്ത്യൻ പള്ളിയാണോ അല്ലെ ഹിന്ദു ക്ഷേത്രമാണോ നോക്കിയിട്ടൊന്നുമല്ല, ഇത് ദേവാലയമാണ്, അതൊരു സാമാന്യ മര്യാദയാണ് എന്ന് പറഞ്ഞതുപോലെ വടക്കേ ഇന്ത്യയിൽ ആര് വിളിച്ചാലും റാം റാം വിളിക്കും. അതുപോലെ ജയ് ബജരംഗ് എന്ന് വിളിക്കും. അത് ബജരംഗ് ബലി എന്ന് പറഞ്ഞ ഉടനെ ബജരംഗ് ദളാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ആ ഒരു കൗശലമാണ് ഇവിടെ മാറ്റേണ്ടത്. ആ ഒരു ധാരണ തിരുത്തപ്പെടേണ്ടതാണ്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ക്രൈസ്തവ ദേവാലയം കാശ്മീരില് പതിറ്റാണ്ടുകൾക്ക് ശേഷം തുറന്നുകൊടുന്നത് ഈ SDPI നാണയത്തിന്റെ മറുവശമാണെന്ന് ജോർജ് കല്ലുവേലിൽ പറഞ്ഞ അതേ സംഘപരിവാർ നേതാക്കളാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം കാശ്മീരിൽ ഒരു ക്രൈസ്തവ ദേവാലയം തുറന്നു കൊടുത്തത്. SDPIക്കാരാണെങ്കിൽ തുറന്നു കൊടുക്കുമോ? അങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് ഏതായാലും ഇതിന്റെ അക്രമം തന്നെയാണ്. അതിന്റെ പുറകിലുള്ള ഭീകര സംഘടനകൾ എന്ത് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിലും അത് ചെറുക്കപ്പെടേണ്ടതാണ്. ആ സംഘടനകളെയും അത്തരം പ്രവർത്തനങ്ങളെയും ഒരു തരത്തിലും BJPയോ സംഘപരിവാരോ അനുകൂലിക്കുന്നില്ല. താങ്കൾ പറഞ്ഞതുപോലെ വ്യക്തമായും അതിനെതിരെ തന്നെയാണ്. നിയമപരമായി നേരിടേണ്ടത് തന്നെയാണ്. അത്തരം നിയമപരമായ നടപടികൾ എല്ലാ സംസ്ഥാന ഭരണകൂടവും കേന്ദ്ര ഭരണകൂടവും കൈക്കൊള്ളണം എന്ന് തന്നെയാണ് BJPയുടെ വ്യക്തമായ അഭിപ്രായം. എനിക്ക് അതിനൊരു മറുപടി പറഞ്ഞോളൂ. അതായത് അദ്ദേഹം പറഞ്ഞ, ജയസൂര്യ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ മൊത്തം ഞാൻ എല്ലാ സംഘപരിവാർ എന്നല്ല അതിനകത്ത്, അതുപോലെ തന്നെ മുസ്ലിങ്ങൾ എല്ലാവരും ഒരുപോലെ അല്ല, തീവ്രവാദികളാണ് വിശ്വസിക്കുന്നില്ല. പക്ഷെ തീവ്രവാദികളായിട്ടുള്ള സംഘപരിവാർ എലമെന്റ്സിനെ, അതായത് ചെറുകിട ഗ്രൂപ്പുകളുണ്ട് ഒത്തിരി, ആ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാനുള്ള ചുമതല RSS നേതൃത്വത്തിനും മറ്റുള്ളവർക്കുമുണ്ട്, സർക്കാരിന് പ്രത്യേകിച്ചുമുണ്ട്. അത് ഒരിക്കലും നിർവഹിച്ചിട്ടില്ല, തള്ളിപ്പറയാൻ പോലും പലപ്പോഴും ശ്രമിക്കുന്നു. ഇവിടെ നമുക്കറിയാം, ഡൽഹി ഞാൻ അദ്ദേഹം ഇവിടെ പലതും സാമാന്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന കണ്ടു. ജയസൂര്യൻ ഇവിടെ ഇരുന്ന് തള്ളിപ്പറഞ്ഞത് കൊണ്ടായില്ല. BJPയുടെ കേന്ദ്ര നേതൃത്വമോ RSSന്റെ കേന്ദ്ര നേതൃത്വമോ തള്ളിപ്പറഞ്ഞാൽ മാത്രമേ ജനങ്ങള് അതിനെ ഉൾക്കൊള്ളുകയുള്ളൂ. എന്തിന് ഹിന്ദു പരിവാറിൽപ്പെട്ടവർ പോലും അത് ഉൾക്കൊള്ളുകയുള്ളൂ. അതുകൊണ്ട് അവര് തള്ളിപ്പറയുന്നുണ്ടോ എന്നതാണ് പ്രധാനം. അവിടുത്തെ സർക്കാരുകൾ തള്ളിപ്പറയുന്നുണ്ടോ, ആക്ടുകൾ എടുക്കുന്നുണ്ടോ ഇല്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം 2015 ഡിസംബറിൽ ഡൽഹിയിലെ 6 പള്ളികൾക്ക് നേരെ, കത്തോലിക്ക ദേവാലയങ്ങൾക്ക് നേരെ കൃത്യമായ ആസൂത്രിതമായ ആക്രമണങ്ങൾ ഉണ്ടായി. ഒരു പള്ളി കത്തിക്കുകയും ചെയ്തു. ഈ അന്വേഷണം എവിടെ പോയി? ഇന്ന് വരെ അതിൽ ഒരു കേസിൽ പോലും നടപടി ഉണ്ടായിട്ടില്ല, കോടതിയിലേക്ക് പോയിട്ടില്ല, ആളുകളെ അറസ്റ്റ് ചെയ്ത് അവർ ആരും ജയിലിലില്ല. അപ്പോ ഇവിടെ നടക്കുന്നത് ഈ ഇത്തരം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ നടത്തുന്നവർക്കെതിരെ ഒരിടത്ത് പോലും, അത് മഹാരാഷ്ട്രയിലായിക്കോട്ടെ, മധ്യപ്രദേശിലായിക്കൊള്ളട്ടെ, ഒഡീഷയിലായിക്കോട്ടെ, ആസാമിലായിക്കോട്ടെ, കർണാടകയിലായിക്കോട്ടെ, ഇവിടെ ഒന്നും നടപടികൾ ഉണ്ടാവുന്നില്ല. അപ്പൊ ഈ നടപടികൾ എന്ന് പറയുന്ന വാചവടിയിൽ മാത്രം നിന്നിട്ട് കാര്യമില്ല. അപ്പൊ എവിടെയാണെങ്കിലും സംഘപരിവാറായാലും മുസ്ലിം വിഭാഗത്തിലായാലും തീവ്രവാദികൾ എവിടെയുണ്ടെങ്കിലും ആ തീവ്രവാദികളെയാണ് നമ്മൾ തള്ളിപ്പറയേണ്ടത്. അത് ഒരുപോലെ ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണെന്ന കാര്യത്തിൽ ഒരു ശ്രീ ജയസൂര്യൻ, അതായത് തള്ളിപ്പറയുന്നില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം തെറ്റാണ്. താങ്കളെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അങ്ങനെ പറയരുത്. കാരണം RSSന്റെ ഈ രാജ്യത്തെ ഏറ്റവും പരമാധികാരിയായിട്ടുള്ള സർസംഘചാലകൻ എന്ന് പറയും. താങ്കൾക്കറിയാം,
ഡോക്ടർ മോഹൻ ഭാഗവത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ ഹിന്ദുവിന്റെ പേരിൽ നടക്കുന്ന തീവ്രവാദങ്ങൾ ഹിന്ദുത്വമല്ല. ആ തീവ്രവാദ പ്രവർത്തനങ്ങളെ യാതൊരു കാരണവശാലും സംഘം, അതായത് RSS അംഗീകരിക്കുന്നില്ല, പിന്തുണയ്ക്കുന്നില്ല. ഈ പ്രവണത അപകടകരമാണ്. രാജ്യവിരുദ്ധ മനസ്സുള്ളവരാണ് ഇത് ചെയ്യുന്നത്. അവരെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം, അവർക്കെതിരെ നടപടിയെടുക്കണം. ഇത് പറഞ്ഞത് RSSന്റെ തലവനായിട്ടുള്ള ഡോക്ടർ മോഹൻ ഭാഗവതാണ്. അതുപോലെ തന്നെ BJPയുടെ നേതാക്കന്മാര്, പ്രധാനമന്ത്രി അടക്കമുള്ള ആൾക്കാര് ഈ കാര്യം പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് തള്ളി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് 100% തെറ്റാണ്. തള്ളി പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായിട്ട് അതിന് രേഖയുണ്ട്. കാരണം അത് ചുമതലപ്പെട്ട ആ നേതാക്കന്മാര് പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാ ദിവസവും വന്ന് പത്രസമ്മേളനം നടത്തി പറയുന്ന ശൈലി അവർക്ക് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ തിരിച്ചു വരാം. കൃത്യമായിട്ട് അവരത് പറഞ്ഞു. ശ്രീ ടി ദേവപ്രസാദ്, നേരത്തെ ശ്രീ ജയസൂര്യൻ പറഞ്ഞു ഈ ഇത്തരം അതിക്രമങ്ങളെ ഈ RSS നേതൃത്വം അല്ലെങ്കിൽ BJP കേന്ദ്ര നേതൃത്വം ഒക്കെ തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് വീണ്ടും തുടർച്ചയായി ഇത്തരം അതിക്രമങ്ങൾ അരങ്ങേറുന്നത്? ഇത്തരം സംഘടനകൾ ഒരു സമാന്തര ഭരണ സംവിധാനമായിട്ട് നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്നത് കൊണ്ടാണോ ഇത്തരം അതിക്രമങ്ങൾ പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വർദ്ധിച്ചു വരുന്നത്? ശ്രീ ടി ദേവപ്രസാദ്, ഇത്തരം അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് സർക്കാർ വേണ്ട വിധത്തിൽ നടപടിയെടുക്കാത്തത് കൊണ്ട് കൂടിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഒരുപക്ഷെ ഈ മൗലികവാദം വർദ്ധിക്കുന്നതിന്റെ ഒരു അപകടകരമായ പ്രവണത അതിനകത്തുണ്ടാകാം. അതായിരിക്കും ജോർജ് ഉദ്ദേശിച്ചത്. SDPIയും സംഘപരിവാറും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അതിലെ മൗലികവാദികൾ, ഇതിനകത്ത് ഒരു മതേതര മുഖം തരുന്ന നേതാക്കന്മാരുണ്ട്. മതേതര മുഖം തരുന്ന നേതാക്കന്മാർ പലപ്പോഴും ഇങ്ങനെ നല്ല ആശയങ്ങളൊക്കെ പറയും, സംസാരിക്കും. പക്ഷെ പ്രായോഗികമായി കാര്യങ്ങൾ ചെയ്യുന്നത് താഴത്തെ തലത്തിലുള്ള ഒരുപക്ഷെ തീവ്രവാദികൾ എന്നൊക്കെ നമുക്ക് ചിത്രീകരിക്കാവുന്ന രീതിയിലുള്ള ആൾക്കാരാണ്. അതാണ് നമ്മൾ കാണുന്ന സംഭവം. ഇപ്പം ഈയിടെ മാണ്ഡ്യയിൽ നടന്നത് അവരുടെ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം അലങ്കോലപ്പെടുത്തി. അത് തീവ്ര ഹിന്ദുക്കളാണെന്ന് അവിടുത്തെ സിസ്റ്റേഴ്സ് തന്നെ പത്രക്കാരോട്, ഇന്ന് പത്രക്കാരുണ്ടാക്കിയതല്ലല്ലോ ഇത് പത്രക്കാർ കണ്ടുപിടിച്ച് ഒരു പ്ലാൻ ചെയ്ത സ്റ്റോറി എന്നുള്ള മട്ടിലൊക്കെ യെസൂര്യ പറഞ്ഞു. അമേരിക്കൻ പത്രങ്ങളിലൊക്കെ വരുന്ന ഇലക്ഷൻ വരുന്നുണ്ട്. ന്യൂയോർക്ക് ടൈംസിന്റെ ഫ്രണ്ട് പേജിലെ സ്റ്റോറിയാണ്, മെയിൻ സ്റ്റോറിയാണ്, ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ ആക്രമണം നടക്കുന്നു, ഈ ഇങ്ങനെ ഇതിനുള്ള ആൾക്കാർ ഗ്രാമങ്ങളെ ചുറ്റി നടന്ന് പള്ളികൾ ആക്രമിക്കുന്നു. ഇതൊക്കെ എത്രയോ സംഭവങ്ങൾ. ഇപ്പൊ ഇത് മാത്രമല്ല, ഈ പെന്തക്കോസ്റ്റൽ സഭയിലെ പാസ്റ്റർമാർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ എത്രയോ കഥകൾ നമ്മുടെ ഇതിലൊക്കെ അപ്പുറത്തുള്ള കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ട് നടക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ RSS പോലുള്ള ഒരു സംഘടനയ്ക്ക് ഇത്രയേറെ ഇച്ഛാശക്തി. പണ്ട് ഒരിക്കൽ അവരുടെ നേതാവ് പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യൻ സൈന്യത്തെക്കാൾ വലിയൊരു സൈന്യത്തെ നിർത്താൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ. അവർക്ക് സംഘടിതമായ ശക്തിയുണ്ട്, അത് കേഡറാണ്. ആ കേഡറിന് വേണമെങ്കിൽ സമാധാനം ഉണ്ടാക്കാൻ പറ്റും. ഇത് പാടില്ല എന്നവരവരുടെ കേഡറിനോട് പറഞ്ഞാൽ നടക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അത് പോലീസ് പോലും ഇടപെടേണ്ട കാര്യമല്ല. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു രാഷ്ട്രപതി ഭവനിലും നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭവനത്തിലും ഒക്കെ RSS അല്ലെങ്കിൽ സംഘപരിവാർ പ്രവർത്തകരാണ് ഇരിക്കുന്നത്. നമുക്കതിനകത്ത് അതും സംഘപരിവാർ പ്രവർത്തകരെ ജനം വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. പക്ഷെ അവരവിടെ ഇരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എല്ലാവർക്കും നൽകേണ്ട സംരക്ഷണം നൽകാനുള്ള ഒരു ബാധ്യത അവർക്കുണ്ട്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള തീവ്രവാദത്തെ ആയിരിക്കും അത് പ്രോത്സാഹിപ്പിക്കുക. അതാണ് ഒരുപക്ഷെ ഈ SDPI പോലെയുള്ള സംഘടന വളരുന്നതിൽ ഇത്തരത്തിലുള്ള ഒരു സംഘപരിവാറിന്റെ പ്രവർത്തനവും ഒരു കാര്യമായിട്ടുണ്ട്. ഇപ്പം RSSന് പേര് ISS ഉണ്ടായതൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. അത്തരമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായതിന്റെ ഒരു പിന്നില് ഒരുപക്ഷെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരുടെ അവരുടെ വിശാല മനസ്കതയൊന്നും താഴത്തെ തട്ടിലേക്കോ അല്ലെങ്കിൽ അത് ആ ആശയം പ്രചരിപ്പിക്കുന്നവരുടെ വാക്കുകളിലോ ഉണ്ടാവുകയല്ല. അവരുടെ വാക്കുകളിലുള്ള പ്രായോഗികമായി നാട്ടിൽ നടത്തേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് അങ്ങനെയുള്ളവരാണ് മണ്ടിയായി പോയി ക്രിസ്മസ് ആഘോഷം നടത്തുന്ന സിസ്റ്റേഴ്സിനെ ആക്രമിക്കുന്നതും അവിടുത്തെ സ്കൂളിൽ ആക്രമിക്കുന്നതും. അത് മതപരിവർത്തനാണെന്നൊക്കെ പറയുന്നത്. ഇപ്പൊ മതപരിവർത്തന നിയമം വന്നാൽ ക്രിസ്മസ് ആഘോഷം മതപരിവർത്തന നിയമം അനുസരിച്ച് ലംഘനമാണെന്നും പറഞ്ഞ് 3 വർഷത്തേക്ക് ജയിലിൽ പിടിച്ചിരുന്ന നിയമമാക്കി കഴിഞ്ഞാൽ എന്താവും സ്ഥിതി? ഇതൊക്കെ ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പം ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുന്ന എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ സംശയിക്കണം. നിലവിലുള്ള നിയമങ്ങൾ വെച്ച് തന്നെ ഈ നിർബന്ധിതമായ പരിവർത്തനം നടത്തുന്നവരെ തടയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സംഘപരിവാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നിയന്ത്രണമില്ലാത്ത ഇപ്പൊ ജോർജ് ചൂണ്ടി കാണിച്ചതുപോലെ
ഈ ഇങ്ങനെയുള്ള ചർച്ചകളിലും സംവാദങ്ങളിലും ഒക്കെ വരുമ്പോൾ എല്ലാവരും നല്ല മതേതരത്വമൊക്കെ പറയുകയൊക്കെ ചെയ്യും. പക്ഷെ പ്രായോഗികമായി നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ കണക്കുകളെ കുറിച്ച് പറഞ്ഞു, മറ്റു മതസ്ഥരെ ആക്രമിക്കുന്നുണ്ടെന്ന്. ഏതായാലും ഇന്ത്യയിൽ അങ്ങനെ മറ്റു മതസ്ഥരെ ആക്രമിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നതായുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളെല്ലാം ഉണ്ടോന്ന് അറിയത്തില്ല. ഇതുപോലെയുള്ള കണക്കുകളൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്രമണം ഇവിടെ ഒരു അരങ്ങേറ്റാൻ സാധിക്കുമോ? ഇപ്പം നമ്മളെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം നമ്മള് ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നു. നമ്മൾ ഒരു പ്രത്യാക്രമണത്തിൽ വിശ്വസിക്കുന്നില്ല. ആക്രമിക്കുന്നുണ്ട്, അത് തെറ്റാണെന്ന് പറയാം. പിന്നെ അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്കും നല്ല വരുത്തണേ എന്ന് പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് ക്രൈസ്തവരുടെ മാർഗങ്ങൾ. അതുകൊണ്ട് ഈ തിന്മ ചെയ്യുന്നവർക്ക് മാനസാന്തരം ഉണ്ടാകും എന്നാണ് നമ്മുടെ വിശ്വാസം. ഒരു കാര്യം ഉള്ളത്, ഈ നല്ല കാര്യങ്ങൾ ഇങ്ങനെയുള്ള ചർച്ചകളിൽ പറയുന്നുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷെ പ്രായോഗികമായി അനുഭവിക്കുന്നത് നിസ്സാരമോ ക്രിസ്മസ് ആഘോഷിക്കുന്ന ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ. ക്രിസ്മസ് ആഘോഷിക്കുന്നിടത്ത് കയറി ആക്രമിക്കുക, അതുകൊണ്ട് എന്ത് സന്തോഷം കിട്ടുന്നെന്ന് പോലും അറിയില്ല. ഒരുപക്ഷെ ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ ചിലപ്പോൾ സഹായിക്കുമായിരിക്കും. അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. ഒരു കാര്യം കൂടി ശ്രീ ടി ദേവപ്രസാദ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ ഈ മതപരിവർത്തന നിരോധന നിയമത്തിനെതിരെ നടന്ന ഈ പ്രതിഷേധ റാലിയിൽ SDP കൂടെ ക്രൈസ്തവ സന്യസ്തരും വൈദികരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ആശങ്കജനകമായ ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. ഇത്തരം അതിക്രമങ്ങൾ അരങ്ങേറുമ്പോൾ ക്രൈസ്തവരോട് ഐക്യദാർഢ്യവുമായി വരുന്നവരെ തിരിച്ചറിയാനുള്ള ഒരു വിവേകം ക്രൈസ്തവ സമൂഹം കാണിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത് കാണിക്കണം. കാരണം അവരുടെ തനി സ്വഭാവം എന്താന്നുള്ള കേരളത്തിലുള്ളവർക്കെങ്കിലും അറിയാം. അതുകൊണ്ട് SDPIക്കാരുമായിട്ടുള്ള ഒരു കൂട്ടുകൂടി പിശാചുമായിട്ട് കൂട്ടുകൂടാന്നുള്ളൊരു മനോഭാവം ഒന്നും ക്രൈസ്തവർക്ക് ഉണ്ടാകാൻ പാടില്ലല്ലോ. നമുക്ക് ക്രൈസ്തവരുടെ വഴിയാണ്. പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, ദുർഗമങ്ങളായ കോട്ടകൾ കീഴടക്കാൻ അത് ദൈവത്തിൽ ശക്തമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് ക്രൈസ്തവരുടെ വിശ്വാസം. അത് പക്ഷെ ആക്രമിക്കപ്പെടും, ആക്രമണങ്ങൾ സഹിക്കേണ്ടി വരും. പക്ഷെ ആക്രമണങ്ങളുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ കൃത്യമായ കണക്കുകളാണ് പറഞ്ഞത്. അപ്പൊ അതുപോലെ എല്ലാ മതങ്ങളെയും ആക്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു ന്യായീകരണമല്ല. ഒരു മതവും ആക്രമിക്കപ്പെടരുത്, ഒരു വിശ്വാസ അഭ്യാസവും തടസ്സപ്പെടുത്തരുത്. അവരുടെ വിശ്വാസങ്ങൾ ആചരിച്ചു കൊള്ളട്ടെ, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം. പിന്നെ മതനിന്ദയും ഉണ്ടാകരുത്. ഒരു മതവും മറ്റൊരു മതത്തെ നിന്ദിച്ചുകൊണ്ട് അതിനൊന്നും ഒരു മതത്തെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല മറ്റു മതങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നിന്ദിക്കാൻ. ഇപ്പം യേശു പറഞ്ഞിരിക്കുന്ന സുവിശേഷം പ്രസംഗിക്കാനാണ്. സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ് ക്രൈസ്തവരുടെ ദൗത്യം. അതാണ് ക്രൈസ്തവർ ചെയ്യുന്നത്. നമ്മൾ ഈ 2000 വർഷമായിട്ട് ഇപ്പോഴും 2.9 നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ആരെയും നിർബന്ധിച്ച് മനസാന്തരപ്പെടുത്തിയിട്ടില്ല. വരുന്നവരെ പോലും അവർ ആത്മാർത്ഥമായിട്ടാണോ വരുന്നുവെന്ന് പരിശോധിച്ച് ചെയ്യും. പിന്നെ കുരിശിട്ടത് കൊണ്ട് കൃഷ്ണനാണ് കുരിശിടുന്നത് സിനിമയിലൊക്കെ. അവരൊക്കെ ക്രിസ്ത്യാനികളാകാനും മതപരിവർത്തനത്തിനാണ് എന്ന് മറ്റുള്ളവർ വിശ്വസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആക്രമിക്കുന്നവർ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് മറുപടിയില്ല. ശരിക്കും അത് യാഥാർത്ഥ്യമല്ല. ശ്രീ ജോർജ് കല്ലുവേലിൽ, നേരത്തെ ശ്രീ ടി ദേവപ്രസാദ് ഈ മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ ചില ആശങ്കകൾ പങ്കുവയ്ക്കുകയുണ്ടായി. കർണാടകയിൽ ഡിസംബറിൽ ആ നിയമം പാസാക്കി. ഇന്ത്യയിൽ 10ഓളം സംസ്ഥാനങ്ങളിൽ ആ നിയമം നിലവിലുണ്ട്. നേരത്തെ അങ്ങും ശ്രീ ടി ദേവപ്രസാദും പറഞ്ഞു ഈ ക്രൈസ്തവർ ഒരിക്കലും നിർബന്ധിത മതപരിവർത്തനം ചെയ്യുകയില്ല, അതിൽ വിശ്വസിക്കുന്നുമില്ല. പക്ഷേ ഈ നിയമം ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത് ക്രൈസ്തവർക്ക് നേരെയല്ലേ? ഒരു ഉദാഹരണം അങ്ങയുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ക്രൈസ്തവ സന്യസ്തരും വൈദികരുമൊക്കെ ഉത്തരേന്ത്യയിൽ പാവപ്പെട്ടവരുടെയും ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ദരിദ്രരുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് അത്തരം ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ഈ ഭക്ഷണം കൊടുത്ത് മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്ന ഒരു ആരോപണമൊക്കെ അവരുടെ മേൽ ഉന്നയിക്കപ്പെടാൻ സാധ്യതയില്ലേ? രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം ക്രൈസ്തവരുടെ ഈശോ നൽകിയിരിക്കുന്ന ഒരു ദൗത്യമാണ് സുവിശേഷം പ്രഘോഷിക്കുക എന്നത്. ഭരണഘടന അതിനുള്ള സ്വാതന്ത്ര്യവും ക്രൈസ്തവർക്ക് നൽകിയിട്ടുണ്ട്. ഈ മതപരിവർത്തന നിരോധന നിയമമൊക്കെ പ്രാബല്യത്തിൽ വന്നു കഴിയുമ്പോൾ അത്തരം കാര്യങ്ങളെയൊക്കെ അത് പ്രതികൂലമായി ബാധിക്കുവാനുള്ളൊരു സാധ്യതയില്ലേ ശ്രീ ജോർജ് കല്ലുവേലിൽ? ജോജി, താങ്കൾ പറഞ്ഞതാണ് അതിന്റെ ശരിയായ കാര്യം. ഇപ്പോൾ തന്നെ നിർബന്ധിത മതപരിവർത്തനം എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കുവാൻ സർക്കാരിന്റെ നിലവിലുള്ള എല്ലാ നിയമങ്ങളും അനുവദിക്കുന്നുണ്ട്. കാരണം പ്രലോഭിപ്പിച്ചോ ധനം നൽകിയോ ആരെയും ഒരിടത്തും മതം മാറ്റാൻ അനുവദിക്കാൻ പറ്റില്ല. അത് രാഷ്ട്രീയത്തിലും അത് തന്നെയാണ്. രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് പക്ഷെ ഇവിടെ ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ കമ്പാർട്ട്മെന്റ് തീർത്ത് എന്റെ മതത്തിലെ ഭൂരിപക്ഷമായതുകൊണ്ട് ഇവിടെ ഒരാളും കടക്കേണ്ടതില്ല എന്ന്, ഇതാണ് അറബ് രാജ്യങ്ങളിൽ അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇന്ത്യയിലെ ഭൂരിപക്ഷം സമുദായത്തിന്റെ പേരിൽ. പക്ഷെ ഇന്ത്യക്കൊരു കൃത്യമായ ഭരണഘടനയുണ്ട്. ഇതിന്റെ സംസ്കാരം മറ്റൊന്നാണ്. ഇവിടെ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ മതങ്ങളുടെയും ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന, നല്ല സാരാംശങ്ങൾ ഉൾക്കൊള്ളുന്ന, അതിന് അംഗീകാരം നൽകിയ ഒരു ഭരണഘടന അംഗീകരിച്ച ഒരു രാജ്യം ഇത്. ഇവിടെ
ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അത് ന്യൂനപക്ഷങ്ങൾ ചെയ്താലും ഭൂരിപക്ഷങ്ങൾ ചെയ്താലും അത് തെറ്റാണ്. നമ്മളിവിടെ മുമ്പേ അദ്ദേഹം വളരെ വളരെ സാമാന്യവൽക്കരിക്കുന്നത് കേട്ടു. ജയ് ശ്രീറാം വിളികളെയൊക്കെ. ജയ് ശ്രീറാം വിളികളൊന്നും ഡൽഹിയിൽ ആരും സ്നേഹത്തിന്റെ പുറത്ത് ജയ് ശ്രീറാം വിളിക്കാറില്ല. അതൊക്കെ രാഷ്ട്രീയ മാത്രമല്ല. ബജ്രംഗ് ബലിയൊക്കെ വിളിക്കുന്നത് എനിക്ക് ഞാൻ താമസിക്കുന്നത് ഡൽഹിയിലെ 2000 ഫ്ളാറ്റുകളുള്ള ഒരു വലിയ കോളനിയിലാണ്. അവിടെ 95% പേര് ഹൈന്ദവരാണ്. വളരെ സമാധാനത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അവിടെ അവരെല്ലാവരുമായും അങ്ങേയറ്റം സ്നേഹത്തിലാണ് ഞങ്ങൾ നീങ്ങുന്നത്. ഒരു തരത്തിലുള്ള മതപരമായ പ്രശ്നങ്ങളും അവിടെ ഇല്ല. ഞങ്ങളുടെ കോളനിക്കകത്ത് 3 അമ്പലമുണ്ട്. ഒരു പ്രശ്നവും ഞങ്ങൾക്ക് ആർക്കുമില്ല. അവിടെ ആരുടെ ഒരു ഹിന്ദു അല്ല ഒരു ക്രിസ്ത്യൻ മുസ്ലിം ഒരു 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 കുരിശു പോലും അവിടെ കാണാൻ കഴിയില്ല. അതിനകത്ത് ഞങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പോ ഇവിടെ കർണാടകയിലെ സ്കൂളിൽ കയറി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഇവിടെ ഞങ്ങളുടെ മറ്റാഘോഷങ്ങൾ നടത്തുമെന്ന്. ഈ ചോദിക്കുന്നവര് ഒരു മുസ്ലിം ഒരു ഹിന്ദു ഭൂരിപക്ഷ സ്കൂളില് ഒരു ഹൈന്ദവ മാനേജ്മെന്റിലുള്ള ഒരു സ്കൂളില് അവിടെ നബിദിനം ആഘോഷിക്കുവോ അല്ലെ ക്രിസ്മസ് ആഘോഷിക്കുവോ എന്ന് ചോദിച്ച് അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കുന്ന പോലെയാണ്. അങ്ങനെ അത്തരത്തിലുള്ള കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഏത് ഭാഗത്തു നിന്നുണ്ടായാലും അവർക്കെതിരെ കർക്കശ നടപടിയെടുക്കുവാൻ അവിടുത്തെ സർക്കാരുകൾക്ക് ചുമതലയുണ്ട്, കടമയുണ്ട്. അത് നിറവേറ്റുന്നില്ല എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഞാൻ അതാ പറഞ്ഞത്. ഡൽഹിയില് വർഷങ്ങൾക്ക് ശേഷവും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന 6.5 വർഷം അതിന് മുമ്പാണ് സംഭവം. ഇതുവരെ അതിലെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. എന്ന് മാത്രമല്ല ഇത്തരക്കാർക്ക് പരോക്ഷമായ പിന്തുണ കൊടുക്കുന്ന താങ്കൾ പറഞ്ഞത് മോഹൻ ഭാഗവത്തിന്റെ ഒരു പ്രസ്താവനയാണ്. മോഹൻ ഭാഗവത്തും നരേന്ദ്രമോദി സാക്ഷാൽ എന്റെ കൂടി പ്രധാനമന്ത്രിയായ എന്റെ പ്രിയ സുഹൃത്തു കൂടിയായ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന എന്നെയും ഇഷ്ടപ്പെടുന്ന അദ്ദേഹം ഇതേക്കുറിച്ച് തള്ളി പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ വിളിച്ച ചാവറ കുര്യാക്കോസ് എലിയാസ് അച്ഛന്റെ ജൂബിലി സമ്മേളനത്തിൽ വന്ന് അദ്ദേഹം ഈ കാര്യങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിനുശേഷം ഇന്ത്യയിൽ ആക്രമണം ഉണ്ടായതുമില്ല. പക്ഷെ പിന്നീട് തുടങ്ങാൻ തുടങ്ങി. അത് ഏതാനും വർഷങ്ങളുടെ ശാന്തതയ്ക്ക് ശേഷം ഇപ്പോൾ മറ്റു പലയിടത്തും ഉണ്ടായി. നമുക്കറിയാം ഗ്രഹാം സ്റ്റെയിൻസ് മുതൽ കാണ്ടമാല് വരെയുള്ള ക്രൈസ്തവ പീഡനങ്ങളെ കാണാതെ പോകരുത്. ഇതൊക്കെ ആരും കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ല. ഇത്തരം ആക്രമണങ്ങൾ ആസൂത്രിതമായ ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ പോലും അതിനെ പരോക്ഷമായി അല്ല തള്ളിപ്പറയേണ്ടത്, കർക്കശമായ നടപടികളിലൂടെയാണ് തള്ളിപ്പറയേണ്ടത്. അത് പൊതു സ്വഭാവമായി തന്നെ തള്ളിപ്പറയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇവിടെ സൗഹാർദ്ദത ഉണ്ടാവുള്ളൂ. ഹൈന്ദവ ഭൂരിപക്ഷത്തെ അങ്ങേയറ്റം ബഹുമാനത്തോടെ ഇന്ത്യയുടെ സംസ്കാരത്തെ ബഹുമാനിക്കുന്ന ഒരു വലിയ ഭാഗമാണ് ഇവിടുത്തെ ക്രൈസ്തവർ. നമുക്ക് ഒരു തരത്തിലുള്ള വ്യക്തിപരം. പക്ഷേ ഇവിടുത്തെ സംഘപരിവാറിലെ ചിലർ അവര് ഇതിനൊക്കെ ചൂട്ടുപിടിക്കുന്നുണ്ട്, ഇത്തരം അക്രമ സംഭവങ്ങൾക്ക്. അതാണ് ഇവിടെ SDPI വളരാൻ കാരണം. SDPI വളരുന്നതാണ് ഇവിടുത്തെ RSSന്റെ വളർച്ചയ്ക്ക് കൂടുതൽ സഹായം, അല്ല BJPക്ക് അധികാരത്തിൽ കയറാൻ കൂടുതൽ സഹായം. അത് നമുക്കറിയാം. വർഷങ്ങളായിട്ട് ഇതൊക്കെ തന്നെ കാണുന്നു. പാകിസ്ഥാനെ ചീത്ത വിളിച്ചാൽ ഇവിടെ വോട്ട് കൂടുതൽ കിട്ടും. അപ്പോ അത്തരം സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന രാഷ്ട്രീയം ആരും മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം കരുതരുത്. ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സമാധാനത്തിന്റെ പാതയിലൂടെ പോവുക. എല്ലാവർക്കും ഈ ഭരണഘടനയുടെ അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നടപ്പാക്കുക. അത് മാത്രം ചെയ്യുക. അതാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ശ്രീ ജയസൂര്യൻ, നേരത്തെ ശ്രീ ജോർജ് കല്ലുവേലി സൂചിപ്പിച്ചതുപോലെ ഈ ഭരണഘടന ഭാരതത്തിലെ ഒരു പൗരന് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാനും മതം ഉപേക്ഷിക്കാനും മതം സ്വീകരിക്കുവാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങൾ അതിനുള്ള എല്ലാ അവകാശവും ഭാരതത്തിലെ ഓരോ പൗരനും നൽകിയിട്ടുണ്ട്. പക്ഷേ നിർബന്ധിത മതത്തിലേക്കുള്ള പരിവർത്തനമൊക്കെ തടഞ്ഞുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് 10ഓളം സംസ്ഥാനങ്ങളിൽ ഈ നിർബന്ധിത മതപരിവർത്തനം അല്ലെങ്കിൽ മതപരിവർത്തന നിരോധിക്കുവാനുള്ള ഒരു നിയമനിർമ്മാണത്തിലേക്ക് ആ സംസ്ഥാനങ്ങളിലെ ഭരണകൂടങ്ങൾ കടന്നത്? ശ്രീ ജയസൂര്യൻ, ഈ ഒരു വിഷയം വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ നിയമം കൊണ്ടുവരാനുള്ള കാരണമെന്ന് അതിന്റെ അടിസ്ഥാനപരമായ കാരണത്തിലേക്ക് നമ്മൾ അന്വേഷിക്കാൻ നമുക്ക് മനസ്സിലാകും. ഈ നിയമത്തെ പോലും മറികടക്കാൻ കഴിയുന്ന തരത്തിൽ അതീവ ശാസ്ത്രീയമായി മതപരിവർത്തനം നടത്തുന്ന ശക്തികൾ ഇവിടെയുണ്ട്. സത്യത്തിൽ ഈ പറഞ്ഞ നിയമങ്ങൾ, ഈ മതപരിവർത്തന അതായത് അൺലോഫുൾ കൺവേർഷൻ എന്നാണ് ആ നിയമത്തിന്റെ പേര് തന്നെ. അങ്ങനെ നിയമവിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള ഈ മതപരിവർത്തനത്തെ തടയുന്ന ഈ നിയമം കൊണ്ടുവന്നതിന് ഭാരതത്തിലെ ക്രൈസ്തവര് നന്ദി പറയുകയാണ്. കാരണം ഇപ്പോൾ തന്നെ പറഞ്ഞു 2.9% ഉണ്ടായിരുന്ന ക്രൈസ്തവര് 2.3 ആയി.
ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ലവ് ജിഹാദ് ഈ ശക്തിയിൽ മുന്നോട്ട് പോയാൽ അധികം കാലം കഴിയുന്നതിന് മുമ്പ് ഒറ്റ ക്രിസ്ത്യാനി ഇന്ത്യയെ കാണുകയില്ല, ഒറ്റ ക്രിസ്ത്യാനി കാണുകയില്ല. ഞാൻ പാലക്കാരനാണ്, എനിക്ക് കണക്കുണ്ട് എന്റെ കയ്യിൽ. ഞാൻ ഇന്നലെ 2 ക്രൈസ്തവര് പാലായിൽ അവിടെ നിന്ന് 10 കിലോമീറ്ററിനകത്തുള്ള 2 ക്രൈസ്തവ, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി മതം മാറിയവരെ ഞാൻ കണ്ടു. അവരെ തിരിച്ച് ക്രിസ്ത്യാനിറ്റി ആക്കിയ ആ പ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടാണ് ഇന്ന് ഞാനിത് സംസാരിക്കുന്നത്. എത്ര ശക്തമായിട്ടാണ് ക്രൈസ്തവരെ മുസ്ലിങ്ങൾ കൊണ്ടുപോകുന്നതെന്നറിയാമോ? ആ മതപരിവർത്തനത്തിന്റെ പുറകില് തന്ത്രമാണ്. അതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ പറയാൻ ഞാൻ ഈ സമയം എടുക്കുന്നില്ല, എന്തെങ്കിലും തെളിവുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള അതിശക്തമായിട്ടുള്ള മതപരിവർത്തനം നിയമത്തിന്റെ പഴുതിൽ നേരെ കോടതിയിൽ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 18 വയസ്സായി, എനിക്ക് ഇസ്ലാം മതി എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരായിട്ടുള്ള മാതാപിതാക്കൾ കാലെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞാലും അവരങ്ങ് പോകും, അത്രേ ഉള്ളൂ. അതിന്റെ പുറകിലുള്ളത് വളരെ വലിയ ഗൂഢാലോചനയാണ്. അതിനെ നേരിടാൻ ഇപ്പോൾ നിലവിലുള്ള ഒരു നിയമത്തിന് സാധിക്കില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ നിയമം കൊണ്ട് രക്ഷപ്പെട്ടത് കേരളത്തിലെ ഇന്ത്യയിലെ ക്രൈസ്തവർ. ഇല്ലെങ്കിൽ ഈ ലവ് ജിഹാദിനകത്ത് പെട്ട് ഈ ക്രൈസ്തവർ തീർന്നു പോകും. കാരണം 2.9 ഉണ്ടായിരുന്ന 2.3 ഈ ലവ് ജിഹാദ് ഈ ശക്തി പോയാൽ അതിലപ്പുറം തീർന്നു പോകും. ഇവിടെ ഹിന്ദുക്കൾ ഒത്തിരി ഉണ്ട്, പെട്ടെന്ന് തീരുകയല്ല, ഭാവിയിൽ തീരുമാനിക്കും. അതുകൊണ്ട് ഒരു മതം മറ്റൊരു മതത്തെ തന്ത്രപരമായി വിഴുങ്ങരുത്. അതിന് ഇന്നുള്ള നിയമങ്ങളെ കവച്ചു വെക്കാൻ കഴിയുന്ന തന്ത്രങ്ങളുമായിട്ട് ഇറങ്ങുമ്പോൾ അവരെ പിടിച്ചു നിർത്താൻ, അവർക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമ സംരക്ഷണം കൊടുക്കണം. ഈ കേരളത്തിൽ 2030-ൽ 2050-ൽ എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് പ്രസംഗിക്കുന്നില്ലേ തീവ്രവാദി മുസ്ലിം സംഘടനകൾ? 2050-ൽ ഞങ്ങൾ ഒറ്റയ്ക്ക് കേരളം ഭരിക്കും, 2030-ൽ ഞങ്ങൾക്ക് ഇത്ര അസംബ്ലി സീറ്റ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് എത്രയോ വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മതപരിവർത്തന നിയമത്തിന്റെ ഒന്നാമത്തെ ഗുണഭോക്താക്കൾ ഭാരതത്തിലെ ക്രൈസ്തവരാണ്. ഈ മതപരിവർത്തന നിയമം കൃത്യമായും ശക്തമായും നടപ്പാക്കിയില്ല എങ്കിൽ ആദ്യം തീർന്നു പോകുന്നത് ഭാരതത്തിലെ ക്രൈസ്തവരാണ്. കേരളത്തിലെ ക്രൈസ്തവരും വളരെ അപകടകരമായ രീതിയിലാണ്. അതുകൊണ്ട് ഈ നിയമത്തെ ആഴത്തിൽ പഠിക്കണം, സൂക്ഷ്മമായി വിലയിരുത്തണം, എന്നിട്ട് ആ നിയമത്തെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ SDPI വളരുന്നത് RSS ഉള്ളതുകൊണ്ടാണ്. RSSനെ ശരിയായിരിക്കും, RSSനെ കാണിച്ചിട്ടും പേടിപ്പിച്ചും പറഞ്ഞുമായിരിക്കാം SDPIയെ ഇവരെ വളർത്തിയെടുക്കുന്നത്. എന്നാൽ RSS എവിടെയെല്ലാം ഉണ്ട്, അവിടെയെല്ലാം ഈ പറഞ്ഞ രീതിയിലുള്ള പ്രതിപ്രവർത്തനം നടക്കുന്നില്ലല്ലോ. കേരളത്തിന്റെ കാരണം SDPI വളരാൻ വേറൊന്നുമല്ല, ഇവിടെ UDF ഭരിച്ചാലും LDF ഭരിച്ചാലും ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് ഏറ്റവും സുരക്ഷിതമായ താവളമാണ്. ബാക്കിയുള്ളിടത്തൊക്കെ ഒളിച്ചും പാത്ത് പ്രവർത്തിക്കാം, ഇവിടെ മന്ത്രിസഭയ്ക്കകത്ത് കയറി ഇരുന്ന് പ്രവർത്തിക്കാം, അല്ലെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കയറി പ്രവർത്തിക്കാം. അത്രയും ഭീകരപ്രവർത്തനം, ഇസ്ലാമിക ഭീകരപ്രവർത്തനം കേരളത്തിൽ ശക്തമായിരിക്കുന്നു. അതുകൊണ്ട് കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനം ഉണ്ടായത് RSS കൊണ്ടല്ല. RSS ആണ് കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനത്തിനെതിരെ ബലിയാടുകളായിക്കൊണ്ട് 100 കണക്കിന് ആൾക്കാർ മരിച്ചു വീഴുന്നത്. ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട്, ലവ് ജിഹാദിന്റെ ഭാഗമായിട്ട് എത്രയോ ക്രൈസ്തവര് നഷ്ടപ്പെട്ടു. ക്രൈസ്തവ സമൂഹത്തിന് എത്ര ക്രൈസ്തവര് മരിച്ചു വീണു, മറുവശത്ത് എത്ര RSSകാർ മരിച്ചു വീണു. ആ കണക്കും കൂടെ എടുക്കണം, ആ കണക്കും കൂടെ പറയണം, അതും ചർച്ച ചെയ്യണം. അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള തീവ്രവാദം എന്താണ്, അതിനെതിരെയാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഒരിക്കലും ക്രൈസ്തവർ ഭയപ്പെടേണ്ട. ശ്രീ ജയസൂര്യൻ, അത്തരം നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കുവാനുള്ള സാഹചര്യം ഭരണകൂടങ്ങൾ ഒരുക്കുമോ? ശ്രീ ജയസൂര്യൻ. തീർച്ചയായിട്ടും ഭരണകൂടങ്ങൾ ഈ നിയമം കൊണ്ടുവന്നുവെങ്കിൽ ആ നിയമം കുറ്റമറ്റ രീതിയിൽ, പഴുതില്ലാത്ത രീതിയിൽ നടപ്പാക്കാൻ വേണ്ടി തന്നെയാണ്. നിലവിലുള്ള നിയമ സംവിധാനങ്ങൾക്ക് പഴുതുകൾ ധാരാളം ഉള്ളത് കൊണ്ടാണ് ഇത്തരം നിയമങ്ങൾ വേണ്ടിവരും. ഞാൻ അതിന്റെ ഡ്രാഫ്റ്റ് മുഴുവൻ വായിച്ചിട്ടുണ്ട്, വളരെ സൂക്ഷ്മമായിട്ട് ആ കാര്യം പറയുന്നുണ്ട്. അവിടെ നിർബന്ധിതമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള, അതായത് വെട്ടിൽ വീഴിക്കുന്ന തരത്തിലുള്ള അത്തരം മതപരിവർത്തനം, അതല്ലാതെ സ്വതന്ത്രമായിട്ടുള്ള മതപരിവർത്തനത്തിന് ഇന്ത്യയിൽ ഇപ്പോഴും യാതൊരു നിയമപ്രശ്നമില്ല. എനിക്ക് മതം മാറണം, എനിക്ക് ഇന്ന മതത്തിൽ നിന്ന് ഇന്ന മതത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് പോകാം, അവിടെ യാതൊരു പ്രശ്നവുമില്ല. നേരെ മറിച്ച് അങ്ങനെ പോകുന്നതിന്റെ പിന്നിലെ തന്ത്രങ്ങൾ, എനിക്ക് 18 വയസ്സായി, അതുകൊണ്ട് എനിക്ക് ഈ മുസ്ലിം പയ്യന്റെ കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞ് നേരെ കോടതിയിലോട്ട് ചെന്നാൽ, പോലീസിൽ ചെന്നാൽ പോലീസ് പറയും ഞങ്ങൾക്ക് യാതൊരു നിയമവും ഇല്ല, നിങ്ങൾ കോടതി പോകും. കോടതി ചെല്ലുമ്പം അവിടെ കോടതിയിൽ വക്കീലന്മാർ റെഡിയാണ്, ലക്ഷക്കണക്കിന് രൂപ റെഡിയാണ്, പുറത്ത് 150-300 പേര് തടിച്ചുകൂടിയിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ കണ്ട കാര്യങ്ങളായി പറയുന്നത്. അങ്ങനെ ബലമായി നിയമത്തിന്റെ ഒരു പഴുതിനകത്തുകൂടെ രക്ഷിച്ചുകൊണ്ട് പോവുകയാണ് മതപരിവർത്തനം. അത്തരം മതപരിവർത്തനത്തെയാണ് നമുക്ക് നേരിടേണ്ടത്. അതിൽ ക്രൈസ്തവരും ഹൈന്ദവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് വേണ്ടത്.
നമ്മളെ രക്ഷിക്കാനുള്ള നിയമമാണ് എന്നുള്ളത് പൊതുസമൂഹത്തെ മനസ്സിലാക്കിയാണ് കേട്ടത്. ശ്രീ ടി ദേവപ്രസാദ്, അഡ്വക്കേറ്റ് ജയസൂര്യൻ പറഞ്ഞതുപോലെ ഈ ക്രൈസ്തവ സമുദായത്തെ രക്ഷിക്കുവാനുള്ള ഒരു നിയമമായിട്ടാണ് അദ്ദേഹം ഈ മതപരിവർത്തന നിരോധന നിയമത്തെ അവതരിപ്പിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് ബാംഗ്ലൂരിൽ നമുക്കറിയാം ബംഗളൂരു ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാഡോ ഒക്കെ വളരെ ശക്തമായ ഭാഷയിലാണ് ആ നിയമത്തെ എതിർത്തത്. ക്രൈസ്തവ സമൂഹം ഒന്നാകെ വിവിധ ക്രൈസ്തവ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പ്രതിഷേധ പരിപാടികളാണ് കർണാടകയിൽ നടത്തിയത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ നിയമത്തെ ക്രൈസ്തവ സമൂഹം എതിർക്കുന്നത്? ശ്രീ ടി ദേവപ്രസാദ്. അഡ്വക്കേറ്റ് ജയസൂര്യ ക്രൈസ്തവർക്കിടയിലുള്ള ന്യായമായ ഒരു ആശങ്കയെ അവസരമാക്കിക്കൊണ്ട് മത പരിവർത്തന നിരോധന നിയമത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് നിർഭാഗ്യകരമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ നമുക്കൊക്കെ അനുഭവം ഉള്ളതാണ്. ഈ ലവ് ജിഹാദിന്റെ പേരിൽ മുസ്ലിം തീവ്രവാദികൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആസൂത്രിത മതപരിവർത്തനമെന്നോ അല്ലെങ്കിൽ നിർബന്ധിത പരിവർത്തനം എന്നൊക്കെ പറയുന്നത് അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ മത പരിവർത്തന നിരോധന നിയമം അനുസരിച്ച് ഇന്ത്യയിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ക്രിസ്ത്യാനികൾക്കെതിരെയാണ് മുഴുവൻ തന്നെ. അതിന്റെ കൃത്യമായ കണക്കുകൾ എൻ്റെ ഉണ്ടായിരുന്നു, ഞാനത് എടുക്കാൻ വിട്ടുപോയി. മധ്യപ്രദേശിലൊക്കെ ഏതാണ്ട് ഒരു 3 മാസത്തിനകം 23 കേസുകൾ ഇങ്ങനെ ക്രിസ്ത്യാനികൾക്കെതിരെ, വേറെ മുസ്ലിമുകൾക്കൊക്കെ എടുക്കുന്ന കേസുകൾ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ മുസ്ലിം വർഗീയത ശക്തപ്പെടുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതൊരു പ്രചരണ ആയുധമാക്കിക്കൊണ്ട് വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഹൈന്ദവ വികാരം തങ്ങളോട് ചേർത്ത് നിർത്താനുള്ള ഒരു തന്ത്രപരമായ BJP നടത്തുന്നുണ്ടെന്ന് രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ഏത് വിദ്യാർത്ഥിക്കും മനസ്സിലാകുന്നതാണ്. അതിന് പലപ്പോഴും സംശയം ഈ പോപ്പുലർ ഫ്രണ്ടുകാര് അതിന് BJPക്ക് സഹായം ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്ന് പോലും സംശയിക്കണം. കാരണം ചില അവസരങ്ങളിലൊക്കെ അവര് വടക്കേ ഇന്ത്യയിൽ പോയി, കേരളത്തിൽ ഈ വെറുതെ നടക്കുന്ന മനുഷ്യര് അവിടെ പോയി വടക്കേ ഇന്ത്യയിൽ പോയി അറസ്റ്റ് വരിക്കുക. അതൊരു അവരുടെ ബോംബോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോംബെന്നാണോ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഉണ്ടായിരുന്നാണോ എന്നറിയത്തില്ല, ഉണ്ടായിരിക്കുക. കേരളത്തിൽ നിന്ന് അവർ പോയത് കാര്യങ്ങൾ രഹസ്യമാക്കി, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇവർക്കെതിരെ നടക്കുമ്പോഴേക്കും അത് വലിയ വാർത്തയാകുമ്പോൾ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു, ഹിന്ദുക്കൾ നശിപ്പിക്കപ്പെടുന്നു എന്നുള്ള പ്രചരണം വരുന്നു. ഹിന്ദു കൺസോളിഡേഷൻ കൂടുതൽ എളുപ്പമാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധി ഇപ്പം ഹിന്ദുത്വത്തിന്റെ കാര്യമൊക്കെ ഇപ്പൊ സംസാരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം നമ്മൾ തിരിച്ചറിയുന്നത്, ഈ നിയമങ്ങളുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഇത് മറയാക്കിക്കൊണ്ട് കേസെടുത്തിരിക്കുന്നത് ഭൂരിഭാഗവും ക്രൈസ്തവർക്കെതിരെയാണ്, മുസ്ലിങ്ങൾക്കെതിരെയല്ല. ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ക്രൈസ്തവരാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നിയമത്തിന്റെ ആവശ്യമില്ല. ഇപ്പൊ അവിടെയൊന്നും ഈ പറഞ്ഞതുപോലെയുള്ള എന്തെങ്കിലും ഈ ലവ് ജിഹാദ് പോലെയുള്ള ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നും അറിയത്തില്ല. പക്ഷെ അതിനെക്കുറിച്ച് കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിൽ ഒരു ആശങ്കയുണ്ട്. ആ ആശങ്ക മറയാക്കിക്കൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ ഒരു കിരാത നിയമം ഉണ്ടാക്കുന്നതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് മാത്രം കരുതിയല്ല ക്രൈസ്തവർ ഒരു നിയമത്തോട് പ്രതികരിക്കുക. അത് മനുഷ്യന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരാണോ എന്നുള്ളതാണ്. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും ദൈവം തന്നിരിക്കുന്ന ആ സ്വാതന്ത്ര്യത്തെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കണം, ജീവനെ ബഹുമാനിക്കണം എന്നൊക്കെ വിശ്വസിക്കുന്നവരാണ് ക്രൈസ്തവർ. അതുകൊണ്ട് ക്രൈസ്തവരുടെ പ്രതികരണം എപ്പോഴും ആ രീതിയിലായിരിക്കും. പിന്നെ അക്കാര്യത്തിൽ ഈ ക്രൈസ്തവർക്ക് സമരം ചെയ്യാൻ അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ ഈ SDPIക്കാരുടെ പിന്തുണ സ്വീകരിക്കുന്നത് ഇതിനേക്കാൾ അപകടകരം, അല്ലെങ്കിൽ ഇതിനേക്കാൾ എന്ന് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ സംസാരിച്ചു പോകുന്നതോട് പറയാം, അതും വളരെ ആപത്കരമായ ഒരു പ്രവണതയാണ്. അതും ക്രൈസ്തവരെ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് ഇന്നലെ മൈക്കിൾ അച്ഛന്റെ പ്രസ്താവനയിലൂടെ അച്ഛൻ പറഞ്ഞത്. പക്ഷെ അതൊരിക്കലും ഹിന്ദു തീവ്രവാദികൾ നടത്തുന്ന അതിക്രമങ്ങളെ ന്യായീകരിക്കല്ല. അത് ഭാരതത്തിൽ എല്ലായിടത്തും നടക്കുന്നുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും, ഒരുപക്ഷെ കേരളത്തിലൊഴികെ എല്ലാ സംസ്ഥാനങ്ങളും നടക്കുന്നുണ്ട്. കേരളത്തിൽ അത് ഉണ്ടാവുകയല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം കേരളത്തിലെ പിന്നെ അർത്തുങ്കൽ പള്ളി പണ്ടൊരു ശിവക്ഷേത്രമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കൊരു ചെറിയ ബഹളമൊക്കെ RSSലെ ചിലർ ഉണ്ടായിരുന്നു. അതൊക്കെ ജയസൂര്യക്ക് അറിയാമല്ലോ. അത് നടത്തിയതൊന്നും നിസ്സാര ആളൊന്നും അല്ല, അത് സംഘപരിവാറിന്റെ വലിയ നേതാവ് തന്നെയാണ്. അപ്പം അതുപോലെ ശശികല എന്ന് പറയുന്ന ഐക്യവേദിയുടെ നേതാവ് കേരളത്തിൽ പ്രസംഗിച്ചാണെന്ന് അറിയാലും മദർ തെരേസയ്ക്കെതിരെ എന്തുമാത്രം പ്രസംഗിച്ചു. അപ്പം ഇപ്പൊ മദർ തെരേസയുടെ ആശ്രമങ്ങളോട് കാണിച്ചിരിക്കുന്ന ആ അന്യായമായ നടപടി, അത് എല്ലാം ക്രൈസ്തവരോടുള്ള സ്നേഹം കൊണ്ട് ക്രൈസ്തവരെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ നമുക്കത് വിശ്വസിക്കാനാവുക? അപ്പൊ ഇതൊന്നും നമ്മള്
ഓരോ സർക്കാരും അല്ലെങ്കിൽ ഓരോ സംഘടനയും ചെയ്യുന്ന പ്രവൃത്തി നോക്കി അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്നു, നമ്മുടെ നിലപാട് എടുക്കുന്നു, അത്രേ ഉള്ളൂ. അത് നമുക്ക് ഹൈന്ദവ സംഘടനകളോടും സ്നേഹമാണ്, മുസ്ലിം സംഘടനകളോടും സ്നേഹമാണ്. പക്ഷെ തീവ്രവാദത്തിലൂടെ ആര് അതിക്രമം കാണിച്ചാലും അത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു വിശ്വാസദാർഢ്യം ഞങ്ങൾ ക്രൈസ്തവർ പുലർത്തുന്നു. അതാണ് സത്യം. സമയപരിമിതി മൂലം ഇടപെടുകയാണ്. അവസാനമായി ശ്രീ ജോർജ് കല്ലുവേലി, ക്രൈസ്തവർക്കെതിരെ പല കോണുകളിൽ നിന്നും അതിക്രമങ്ങളും ആക്രമണങ്ങളും വർദ്ധിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവരുടെ ഒരു നിലപാട് എന്തായിരിക്കണം? കുറെ കൂടി കൂട്ടായ്മയിലേക്ക് ക്രൈസ്തവ സമൂഹം കടന്നു വരേണ്ടതല്ലേ? നിലപാടുകളിൽ കുറെ കൂടി വ്യക്തമായ വിവേകവും ജാഗ്രതയും ക്രൈസ്തവർ ഈ കാലഘട്ടത്തിൽ പുലർത്തേണ്ടതല്ലേ? ശ്രീ ജോർജ് കല്ലുവേലി, ചുരുങ്ങിയ വാക്കുകൾ. ജോർജ്, ശ്രീ ദേവപ്രസാദ് ഇവിടെ വളരെ സൗമ്യവും ശാന്തവുമായിട്ടാണെങ്കിലും വളരെ ശക്തമായും വളരെ കാര്യപ്രസക്തമായും സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ പോയിന്റുകളാണ്. അതായത് നമ്മൾ ഇവിടെ തീവ്രവാദം ആര് കൊണ്ടുവന്നാലും അത് ഏത് മതവിഭാഗം, അതിന് ക്രൈസ്തവർ ചെയ്താലും അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നമുക്കറിയാം ഇവിടെ ഇസ്ലാമിക തീവ്രവാദ ശക്തികള് കൂടുതൽ അപകടകരമായ നിലയിലേക്ക് വളരുന്നുണ്ട്. അവിടെ അത്തരം പ്രശ്നങ്ങളെ കുറിച്ച് ക്രൈസ്തവർ കൂടുതൽ ബോധ്യവാന്മാരാണ്. ഞങ്ങളൊക്കെ വളരെ ഡൽഹിയിലടക്കം ലവ് ജിഹാദ് എന്ന് പറയുന്ന കൃത്യമായ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു കാര്യമെങ്കിലും എനിക്ക് ഉറപ്പോടെ പറയാൻ കഴിയും. അതുപോലെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും നമ്മൾക്ക് ഇവിടെ ഹൈന്ദവ തീവ്രവാദം ഇല്ല എന്നോ ഹൈന്ദവ ഫ്രിഞ്ച് എലമെന്റ്സ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലെന്നോ അല്ലെങ്കിൽ ക്രൈസ്തവരെ വേട്ടയാടാൻ ചില നിയമങ്ങളും കേസുകളും ചില വഴക്കുകളും ചില കലാപങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നില്ല, അത് ബോധപൂർവ്വം ഉണ്ടാക്കുന്നില്ലെന്നോ പറയാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. കാരണം വളരെ സൗമ്യതയുള്ള ശാന്തതയുള്ള ഒരു സമൂഹമാണ് ക്രൈസ്തവർ. പക്ഷേ ഇവിടെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട് ഈ സമൂഹം. ഈ ഇത്തരം ശക്തികൾക്കെതിരെ, പ്രബലമായ വർഗീയ ശക്തികൾക്കെതിരെ ക്രൈസ്തവര് യേശു പഠിപ്പിച്ച വഴിയിലൂടെ, സമാധാനത്തിന്റെ വഴിയിലൂടെ തന്നെ ഒറ്റക്കെട്ടായി ശക്തമെത്തായി പോകേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സാധാരണ ക്രൈസ്തവ വിശ്വാസികൾ പലരും ഇവിടെ അറിയുന്നുണ്ടോ? നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ഒരു ഈരാറ്റുപെട്ട അരുവിത്തറ വിവാദം വരെ, വലിയ വിവാദം, അത്ര വിവാദങ്ങൾ വരെ ഉണ്ടാക്കി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഞെട്ടിക്കുന്നത്. ഞാൻ സമയപരിമിതിയിൽ ഇടപെടുകയാണ്. ശ്രീ ജോർജ് കല്ലുവേലി, ഒറ്റക്കെട്ടായി തന്നെ ക്രൈസ്തവർ നിലകൊള്ളണം. അവസാനമായി ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ, ചുരുങ്ങിയ വാക്കുകളിൽ ഈ ചർച്ചയുടെ സമാപനത്തിൽ അങ്ങേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ അങ്ങേക്ക് പറയാം. ശ്രീ ജയസൂര്യൻ. അതായത് ഇത്തരം കാര്യങ്ങൾ ചുരുങ്ങിയ വാക്കുകൾ, ക്രൈസ്തവ ഹൈന്ദവ എന്ന വ്യത്യാസമില്ലാതെ വളരെ തുറന്ന ഒരു ചർച്ചയ്ക്ക് വേദി ഉണ്ടാവണം. ആ തുറന്ന ഒരു ചർച്ചയ്ക്കുള്ള വേദിക്ക് മുൻകൈ എടുക്കാൻ ഭരണകൂടവും അതേപോലെ തന്നെ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളും തയ്യാറാവുകയും ഒരു ഓപ്പൺ ഡിസ്കഷനിലൂടെ ഇത്തരം സംശയങ്ങൾ അപ്പോഴപ്പോൾ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നത് വളരെ വളരെ അത്യാവശ്യമായ ഒരു വസ്തുതയാണ്. കാരണം ഇതിന്റെ പിന്നിൽ വോട്ടിന്റെ കൺസോളിഡേഷൻ എന്നുള്ളത് ഒരു ഹിന്ദു അജണ്ട ആയിരിക്കണമെന്നോ BJP അജണ്ട ആയിരിക്കണമെന്നോ ഇല്ല. കാരണം പള്ളികൾ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അവിടെ BJPക്ക് എതിരായിട്ടുള്ള ഒരു വികാരം ആളിക്കത്തിക്കാൻ, അല്ലെങ്കിൽ ഹിന്ദുത്വത്തിനെതിരായിട്ടുള്ള ഒരു വികാരം ആളിക്കത്തിക്കാൻ വേണ്ടി ആയിരിക്കാം ഈ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഭീകരവാദികൾ അതിന്റെ പിന്നിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത്തരം ഒരു തുറന്ന ചർച്ച BJPയും അതുപോലെ തന്നെ ക്രൈസ്തവ സഭാ നേതൃത്വവും അല്ലെങ്കിൽ ഗവൺമെന്റ് ക്രൈസ്തവ സഭാ നേതൃത്വവും തുറന്ന ചർച്ചയിലൂടെ വന്നാൽ ഇക്കാര്യം അപ്പോൾ തന്നെ പരിഹരിച്ചു പോകാൻ കഴിയും. ഇത്തരം ആശങ്കകൾക്ക് അറുതി വരുത്താൻ കഴിയും. എന്തായാലും ഈ തീവ്രവാദപരമായ നീക്കങ്ങൾക്ക് ഒരിക്കലും സംഘപരിവാറിന്റെ നിറം കൊടുക്കുന്നത് ശരിയല്ല. സംഘപരിവാർ അതിനെ തള്ളിപ്പറഞ്ഞത് തന്നെയാണ്. ആ കാര്യത്തിൽ മാറ്റമില്ല. ചർച്ച അവസാനിപ്പിക്കുകയാണ്. ക്രൈസ്തവർക്ക് നേരെ ഉയരുന്ന അതിക്രമങ്ങൾക്ക് നേരെ ഭരണകൂടത്തിൻ്റെ ശക്തമായ ഇടപെടൽ തീർച്ചയായും ഉണ്ടാകണം. ഏത് തരത്തിലുള്ള തീവ്രവാദവും അത് ശക്തമായി എതിർക്കപ്പെടണം. ഭാരതത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും കാത്തുസൂക്ഷിക്കുവാൻ എല്ലാ മതവിഭാഗങ്ങളും ഒറ്റക്കെട്ടായി പോരാടണം. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ജയസൂര്യൻ, ശ്രീ T. ദേവപ്രസാദ്, ശ്രീ ജോർജ് കല്ലുവേലിൽ 3 പേർക്കും നന്ദി.